നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമാകയാൽ നിന്റെ സകല ഉത്തരങ്ങളും ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നൽകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ഒത്തിരി സമയം ആമുഖമായിട്ട് എടുക്കുന്നില്ല. വളരെ വേഗത്തിൽ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 78-79 വാക്യങ്ങൾ. 2023 അവസാനം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു പ്രവചന ശബ്ദം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 78-79 വാക്യങ്ങൾ ഒരാൾക്ക് ഒന്ന് വായിക്കാം. യെസ്, ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉയരം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. എല്ലാ നാവുകളിൽ ചലിക്കട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ ശബ്ദം നിന്റെ ഹൃദയത്തിന് അവൻ അനുഗ്രഹമായി, വെളിച്ചമായി, ധൈര്യമായി, അത്ഭുതമായി, പ്രവചനമായി വെളിപ്പെടേണ്ടതിന് എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചു. എല്ലാ നാവുകളിൽ ചലിപ്പിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് സംസാരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക. പിതാവേ, ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ നാവുകളിൽ ചലിക്കട്ടെ. എല്ലാ നാവുകളിൽ ചലിക്കട്ടെ. എല്ലാ ശബ്ദവും ഉയരട്ടെ. അന്യഭാഷകൾ പ്രാപിച്ചവർ അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിച്ചു. അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിച്ചു. ശബ്ദം ഉയർത്തി, ശബ്ദം ഉയർത്തി. പോരല്ലോ, 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 പോരല്ലോ. നിങ്ങളുടെ ശബ്ദം ഉയരപ്പെടട്ടെ. ശബ്ദം ഉയരപ്പെടട്ടെ. ശബ്ദം ഉയരപ്പെടട്ടെ. ശബ്ദം ഉയരപ്പെടട്ടെ. ഉയരത്തിലെ സ്വർഗത്തിന്റെ കിളുവാതിൽ തുറന്ന് ഇന്ന് പകൽ ദൈവ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങപ്പെടേണ്ടതിന് ഹല്ലേലൂയ. എല്ലാവരും ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു. അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചു. അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചു. നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെയുണ്ട്. ആമേൻ. നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെയുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. അവനാണ് വചനം ജഡമായി വെളിപ്പെട്ടു വന്നവൻ. അവന്റെ പേര് യേശു എന്നാണ്. അവന്റെ പേര് യേശു എന്നാണ്. ഇന്ന് പകൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം ആ യേശുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ എന്തോ ഒരു വലിയ ദൈവശക്തി ഇതിനകത്ത് ചലിക്കാൻ പോകുകയാണ്. ഒരു വലിയ ദൈവശക്തി ഇവിടെ ചലിക്കാൻ പോകുകയാണ്. ഇവിടെ ഒരു വലിയ ദൈവശക്തി ചലിക്കാൻ പോകുകയാണ്. എനിക്കറിയാം ആരുടെയൊക്കെ മേൽ ഇന്ന് പകൽ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങും. ആരുടെയൊക്കെ മേൽ ഇന്ന് പകൽ ആ ദൈവിക വിടുതൽ ഇറങ്ങും. ചിലർ സൗഖ്യമാകും. ചിലർ അത്ഭുതങ്ങൾ കാണും. ചിലർ ദൈവ ശബ്ദം കേൾക്കും. ചിലർ ദർശനങ്ങളെ കാണും. ചിലർ വെളിപ്പാടുകളെ കാണും. Yes, 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 yes. Ma atarabo hosayal babaya. Rimal kadar kadaragadasiya. Ral babaya. ചിലരുടെ ഭയങ്ങൾ ഈ പകൽ വിട്ടുമാറും. ഈ 2024 ആരംഭ ദിവസങ്ങളിൽ ചിലരുടെ ഭയങ്ങൾ തലമുറകളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, നാളെ ഓർത്ത് അവൻ ദുഷ്ടൻ ഹൃദയത്തിൽ കൊണ്ടുവച്ചിരിക്കുന്ന സകല ഭയത്തിന്റെ സ്പിരിറ്റുകളും ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ ഭയങ്ങൾ അടിയപ്പെടട്ടെ. ആ ഭയത്തിന്റെ സ്പിരിറ്റുകൾ അടിയപ്പെടട്ടെ. ആ ഭയത്തിന്റെ സ്പിരിറ്റുകൾ അടിയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിന്റെ അകത്ത് ദൈവവചനത്തിന്റെ ശക്തി. ഓ ഹല്ലേലൂയ. കരമടിക്കുന്നവർ നല്ലവണ്ണം കരമടിച്ച് ചില മിനിറ്റുകൾ മാത്രം നല്ലവണ്ണം കരമടിച്ചവനെ ആരാധിച്ചു. നല്ലവണ്ണം കരമടിച്ചവനെ ആരാധിച്ചു. അവന്റെ നാമം ഉയർത്തപ്പെടുന്നിടത്ത് അവന്റെ സാന്നിധ്യം ഇറങ്ങി വരും. 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ ഒരുവനെപ്പെട്ടാലും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്തവൻ ഇന്ന് പ്രഭാതത്തിൽ ഈ ഫെയ്ത്ത് ഇൻ ആക്ഷൻ ദൈവസഭയുടെ മേൽ അവന്റെ സാന്നിധ്യമാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ അന്യായമായ ബന്ധനങ്ങളും അടിയട്ടെ. അന്യായമായ രോഗശക്തികൾ അടിയപ്പെടട്ടെ. ഈ ജീവിതങ്ങൾ ഇവിടെ തുറക്കപ്പെടുന്ന ദൈവവചനത്തിന്റെ ശക്തിയോ സൗഖ്യം പ്രാപിക്കട്ടെ. Glory to
Jesus. Glory to Jesus. Oh, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഓരോ ബാല ഹതനയാൻ ബാബായ ശൈതല ബാബാ റിബാല ഹതോറമായ ഹൽമ ബാബാ സൈതൽ ബനാധന ഉടമന ഹതല ഗജന ഹതുരഗല ഗദര ഗജല ഗദര ഗദസി. യേശുവിന്റെ നാമത്തിൽ we thank you Holy Spirit. നല്ല പിതാവേ, ഈ നല്ല പകൽ വേളയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിന്റെ സന്നിധിയോട് ഈ പകൽ അടുത്ത് വരികയാണ്. നിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ ഈ പകൽ വിട്ടുപോകുമ്പോൾ കർത്താവേ, ഹോൾ വിട്ടുപോകുമ്പോൾ ദൈവ ശബ്ദത്തെ കേട്ടവരായി, ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചവരായി, ദൈവ സാന്നിധ്യത്തെ കണ്ടവരായി ഞങ്ങൾ മടങ്ങട്ടെ. നിന്റെ വചനത്താൽ ഞങ്ങളെ ബലപ്പെടുത്തണം. നിന്റെ വചനത്താൽ ഞങ്ങളെ ശക്തീകരിക്കണം. നിന്റെ വചനത്താൽ ഞങ്ങളെ ഇന്ന് പകൽ അസാധാരണമായ ജീവിത ചരിത്രങ്ങളെ ദൈവം മാറ്റണം. ഞങ്ങൾ അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ ദൈവം സംസാരിച്ച് ആമേൻ ദൈവമഹത്വം എടുത്താട്ടെ. മുഴുവൻ മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. രണ്ട് കരങ്ങളും ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ശേഖരനോട് പറയും, ഈ സമയം വേസ്റ്റ് അല്ലെന്ന് പറഞ്ഞു. ഈ സമയം വേസ്റ്റ് അല്ല. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 78-79 വാക്യങ്ങളാണ് ഇന്ന് പ്രഭാതത്തിൽ ചിന്തയ്ക്കാധാരമായി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയത്. കഴിഞ്ഞ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച അതിശക്തമായൊരു പ്രവചന ശബ്ദമായിരുന്നു ഈ ദൂത്. അതിന്റെ 79-ാം വാക്യം, ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. വേദപുസ്തകത്തിൽ അതിമനോഹരമായ ഒരു പുസ്തകമാണ് ലൂക്കോസിന്റെ സുവിശേഷം. വൈദ്യനായ ലൂക്കോസിനാൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ലൂക്കോസിന്റെ സുവിശേഷം. ലൂക്കോസ് എന്ന് പറയുന്നത് യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ പെട്ട ഒരു വ്യക്തിയല്ല. പക്ഷേ അവൻ 70 പേർ, അയക്കപ്പെട്ട 70 പേരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ശിഷ്യനായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, യേശുവിൻ്റെ കൂടെ സഞ്ചരിച്ച് യേശു ആരാണെന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ പിന്നത്തേതിൽ പൗലോസിൻ്റെ കൂടെ, പൗലോസിൻ്റെ മിഷണറി യാത്രകളിലൊക്കെ ഈ ലൂക്കോസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. അങ്ങനെ അവൻ വൈദ്യനായിരുന്ന ഈ മനുഷ്യൻ അവൻ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടു. എൻ്റെ ആശയത്തിൽ ഈ മനുഷ്യൻ തൻ്റെ പ്രൊഫഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇദ്ദേഹം തൻ്റെ വൈദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ പനയോടൊരു മനുഷ്യൻ വന്നാൽ ലൂക്കോസ് ആ മനുഷ്യന് പാരാസെറ്റമോൾ കൊടുക്കും. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ പൊന്നുപാസ്റ്ററെ, അന്ന് പാരസെറ്റമോൾ ഉണ്ടായിരുന്നോ എന്ന് എന്നോട് ചോദിക്കരുത്. അന്ന് അവൻ ഉണ്ടായിരുന്ന മരുന്ന് കൊടുത്തന്നേ ഉള്ളൂ. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആശയം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ അവൻ ലൂക്കോസിന്റെ അടുക്കൽ വരുന്ന പനിയുമായി ബാധിച്ചവന് അവൻ പാരസെറ്റാമോൾ കൊടുക്കും. വയറിന് പ്രശ്നമുണ്ടെങ്കിൽ ജലൂസിലിൻ കൊടുക്കും. ഇങ്ങനെ പൗലോ ആമേശ്വത്രം ഈ ലൂക്കോസിന് അറിയാവുന്ന മരുന്നുകൾ അവൻ പഠിച്ച വൈദ്യശാസ്ത്രം അനുസരിച്ച് അവന്റെ അടുക്കൽ വരുന്ന ഓരോ രോഗിക്കും അവൻ അറിയാവുന്ന മരുന്നുകൾ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ലൂക്കോസ് ആമേശ്വത്രം വൈദ്യനായ ലൂക്കോസ് ഒരു മനുഷ്യനെ കുറിച്ച് കേട്ടു. അവന്റെ പേര് യേശു എന്നായിരുന്നു. ആരോ പറഞ്ഞു, ലൂക്കോസേ, നിന്നെ പരാജയപ്പെടുത്തുന്ന ഒരു വൈദ്യൻ വന്നിട്ടുണ്ട്. അവന്റെ പേര് അവൻ യേശു എന്നാണ്. ആ വൈദ്യന്റെ പ്രത്യേകത, അവന് മരുന്ന് വേണ്ട, അവന് പാരാസെറ്റമോൾ വേണ്ട, അവന് ജലൂസിലിൻ വേണ്ട. അവൻ വേറൊരു പ്രശ്നമുണ്ട്, ഏത് രോഗമായിരുന്നാലും അവന്റെ അടുക്കൽ വന്നാൽ സൗഖ്യമാകും. ഏത് മനുഷ്യൻ ഏത് രോഗത്തോടെ വന്നാലും അവന്റെ അടുക്കൽ വന്നാൽ, അവനൊന്ന് തൊട്ടാൽ, അവനൊന്ന് സംസാരിച്ചാൽ അവന് സൗഖ്യം വരും. Oh, hallelujah. ലൂക്കോസ് അത് കേട്ടു. അവൻ യേശുവിന്റെ അടുക്കൽ പോയി. അവന് മനസ്സിലായി, ഞാൻ പഠിച്ച വൈദ്യത്തെക്കാൾ, ഞാൻ പഠിച്ച അറിവിനേക്കാൾ എന്തോ ഒന്ന് ഇവന്റെ അകത്തുണ്ട്. ലൂക്കോസിന് മനസ്സിലായി, എന്റെ വൈദ്യശാസ്ത്രത്തിന് പരിമിതിയുണ്ട്, എന്റെ മരുന്നുകൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ ഇതാ ഒരുവൻ വന്നിരിക്കുന്നു. അവൻ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനായി, വചനം ജഡമായി ലോകത്തിൽ ഇറങ്ങി വന്നവൻ. ഇത് അവൻ പറയുന്നു, അവൻ സ്വന്തം ഭാരമുള്ളവര്, നിരാശയുള്ളവര്, കണ്ണുനീരുള്ളവര് എന്റെ അടുക്കൽ വരട്ടെ. ഇന്ന് പകൽ നീ അറിയ, നീ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും പരിമിതി ഉണ്ടാകാം. നിന്റെ വൈദ്യത്തിന് പരിമിതി ഉണ്ടാകാം, നിന്റെ മെഡിസിന് പരിമിതി ഉണ്ടാകാം. എന്നാൽ ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന് പരിമിതികളില്ല.
വൈദ്യശാസ്ത്രത്തെ ബഹുമാനിക്കുന്നു, ഞാൻ ഡോക്ടർമാരെ നഴ്സുമാരെയും ബഹുമാനിക്കുന്നു. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, അവൻ പൈസ കൊടുത്ത് മേടിക്കുന്ന ഏത് വൈദ്യശാസ്ത്രത്തിന്, ഏത് മരുന്നിന് പരിമിതികളുണ്ട്. എന്നാൽ ഇന്ന് അവൻ പകൽ വചനം ജഡമായി ഈ ലോകത്തിൽ ഇറങ്ങി വന്ന ഒരു മനുഷ്യനുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. അവന് പരിധികളില്ല, അവന് പരിമിതികളില്ല. അവന് പനി എന്ന് വ്യത്യാസമില്ല, അവന് ക്യാൻസർ എന്ന് വ്യത്യാസമില്ല, അവന് ഹൃദ്രോഗം എന്ന വ്യത്യാസമില്ല, കിഡ്നി പേഷ്യന്റ് എന്ന വ്യത്യാസമില്ല. ഏത് രോഗമായിരുന്നാലും വിശ്വാസത്തോടെ അവന്റെ അടുക്കൽ പോയാൽ ഇന്ന് പകൽ ഞാൻ വചനമയച്ച് സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പറഞ്ഞ അതേ ദൈവം നിന്റെ അകത്ത് ആ സൗഖ്യത്തിന്റെ ശക്തിയെ ഈ പ്രഭാതത്തിൽ കൈമാറാൻ പോകയോ? വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ഈ ദൂതനെ സ്വീകരിച്ചോ. മാറാത്ത ഏത് രോഗവും, ഒരു വൈദ്യശാസ്ത്രത്തിന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഏത് രോഗവും യേശുവിനാൽ സൗഖ്യമാകും. അവനാൽ സൗഖ്യമാകും, യേശുവിനാൽ സൗഖ്യമാകും. കരമുയർത്തി വരും നല്ല ഹല്ലേലൂയ പറഞ്ഞ് വിശ്വസിക്ക്. ഏത് മെഡിസിനും സൗഖ്യമാകാത്ത ഡയബറ്റീസും പ്രഷറും എല്ലാം യേശുവിനാൽ സൗഖ്യമാകും. ഒരു നല്ല ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചോ. പക്ഷേ എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്. ഏത് പ്രശ്നമായാലും ഇതിന്റെ വിശ്വാസത്തെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നിനക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഏത് രോഗത്തെയും സൗഖ്യമാകാൻ നീ വിശ്വസിക്കുന്ന യേശുവിന് കഴിയുമെന്നറിയുക. ചിലർ വിശ്വസിക്കുന്നത് യേശുവിന് പനി മാറ്റാൻ പറ്റും, പക്ഷേ ക്യാൻസർ മാറ്റാൻ പറ്റുമെന്നില്ല. അവൻ പറ്റില്ലെന്നാണ്. യേശുവിന് പനി മാറ്റാൻ പറ്റുമെങ്കിൽ അവന് ക്യാൻസർ മാറ്റാൻ പറ്റും. ഒരാമയം പറയാൻ തൻ്റെ ഇടമുണ്ടെങ്കിൽ ആമയം പറഞ്ഞു. അവന് പനി മാറ്റാൻ പറ്റുമെങ്കിൽ അവന് ഹൃദ്രോഗവും മാറ്റാൻ പറ്റും. നിന്റെ ജലദോഷപ്പനി മാറ്റാൻ മാത്രമല്ല അവൻ ഇറങ്ങി വന്നത്, ഏത് രോഗത്തെയും സൗഖ്യമാക്കാൻ അവന് കഴിയുമെന്നറിയുക. കരമുയർത്തി വരുന്ന നല്ല ഹല്ലേലൂയ പറ. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ 100 കണക്കിന് സാക്ഷ്യങ്ങളെ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ആ സാക്ഷ്യം നിങ്ങളിൽ അത്ഭുതം ജനിപ്പിക്കത്തില്ല. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നത്. ഇന്ന് പ്രഭാതം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ഏത് മാരക രോഗത്തിന് നീ അടിമയായിരുന്നാലും, ഏത് മാരക പ്രശ്നങ്ങൾ നിന്റെ ഇന്ന് പകൽ അലട്ടുന്നുണ്ടെങ്കിലും, ഇന്ന് പകൽ നീ കേൾക്കുന്ന ഈ ദൈവവചനത്തിന്റെ ശക്തിയോ നിന്റെ അകത്ത് ആ സൗഖ്യം ഇന്ന് പ്രഭാതത്തിൽ വെളിപ്പെട്ട് വരാൻ പോയോ. ഹല്ലേലൂയ. അങ്ങനെ വൈദ്യനായ ലൂക്കോസ് അവന് യേശുവിനെ കുറിച്ച് കേട്ടു. അവന് യേശുവിന്റെ പിന്നാലെ സഞ്ചരിച്ചു. അവന് മനസ്സിലായി ഞാൻ ചിന്തിച്ചതിനേക്കാൾ ഉയരെയാണ് യേശു. അത് മനസ്സിലായി അവൻ യേശുവിന്റെ കാലത്തിന് ശേഷം അവൻ അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ ആ സത്യത്തെ ഒരു സുവിശേഷമായി എഴുതി വെച്ചു. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം. ആ ലൂക്കോസ് സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 78-79 വാക്യങ്ങൾ തിരുവെഴുത്തിൽ 79 വാക്യം പ്രത്യേകം പറയുന്നു. ആ ആർദ്ര കരുണയ ഉയരത്തിൽ നിന്ന് ഒരു ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവത്താൽ സന്ദർശിക്കപ്പെട്ട സഖറിയ പുരോഹിതൻ അവൻ വായ് തുറന്ന് പറയുന്ന പ്രവചന ശബ്ദത്തിന്റെ അവസാന ഭാഗമാണ് ഈ പ്രവചന ദൂത്. ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഒരു ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അവൻ വായ് തുറന്ന് അവന്റെ മകനായ യോഹന്നാന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോൾ ഇനി വരാൻ പോകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച്, രക്ഷിതാവിനെ കുറിച്ച് അവൻ പ്രവചിക്കുന്ന ശബ്ദമാണ് ആ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഒരു ഉദയം നമ്മെ സന്ദർശിക്കാൻ പോകുന്നു. യേശു അപ്പോൾ വന്നിട്ടില്ല. യോഹന്നാൻ ജനിച്ചപ്പോൾ യേശു വന്നിട്ടില്ല. യേശുവിന്റെ വഴികാട്ടിയായി അവൻ യോഹന്നാനെ ദൈവം പുറത്തെടുത്തു. എന്നാൽ യോഹന്നാൻ ജനിച്ചപ്പോൾ യേശു മറിയുടെ ഉദരത്തിലുണ്ട്. ഈ ഉദരത്തിൽ, മറിയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ ഇതാ ഒരു മനുഷ്യൻ ഇതൊന്നും അറിയാതെ ഒരു പ്രവചനം പറയുകയാണ്. ആ ആർദ്ര കരുണയാൽ ഒരു ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആ കാലത്ത് ഇസ്രായേൽ ജനത ഇരുട്ടിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് മുങ്ങിയ സമയം. പ്രവാചകന്മാർ വരുന്നില്ല, പുരോഹിതന്മാർ വരുന്നില്ല, അവരെ രക്ഷിപ്പാൻ കഴിയുന്ന കഴിവുള്ളവരാരും വരുന്നില്ല. പുരോഹിതന്മാർ ഉണ്ടെങ്കിൽ പോലും അവർ പാപം ചെയ്ത് ശേഷം മനുഷ്യരെ പോലെ ആയിപ്പോയി. അങ്ങനെ
അശേഷം പ്രതീക്ഷ നഷ്ടപ്പെട്ട് അശേഷം പ്രതീക്ഷയില്ലാതെ ഒരു ജനത, ഇസ്രായേൽ ജനത റോമൻ സാമ്രാജ്യത്തിന്റെ അടിമത്വത്തിനകത്ത് അവരുടെ ജീവിതം അവസാനിക്കുമെന്ന് അവർ സ്വയം വിധി എഴുതിയിരിക്കുമ്പോൾ ഇതാ സഖരിയ പുരോഹിതൻ എഴുന്നേറ്റ് ഒരു പ്രവചനം പറയുകയാണ്. ആർദ്ര കരുണയാൽ ഒരു ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. അർത്ഥാത് ഈ ഇരുട്ട് എന്നേക്കുമായി നിങ്ങളെ വിഴുങ്ങില്ല. ഈ ഇരുട്ട് എന്നേക്കുമായി നിങ്ങളെ മൂടില്ല. ഈ ഇരുട്ടിനകത്ത് എന്നേക്കുമായി നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല. ഇതാ ഒരു ഉദയം വരുന്നു. ഇതാ ആ ഇരുട്ടിൽ നിന്ന് നിന്നെ പുറത്തെടുക്കാൻ ഒരു ഉദയം വരുന്നു. ഇന്ന് ഞാൻ പ്രവചിച്ചു പറയുന്നു, നീ ഇപ്പോൾ ആയിരിക്കുന്ന ആ ഇരുട്ടിൽ നിന്ന് നിന്നെ പുറത്തെടുക്കാൻ 2024 ഈ പ്രാരംഭ ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ഒരു ഉദയം വരുന്നു, ഒരു ഉദയം വരുന്നു, ഒരു ഉദയം വരുന്നു. കരമടിക്കാൻ കഴിയുന്നവർ നല്ലവണ്ണം കരമടിച്ച് ഓരോ രാത്രി ഉണ്ടാകുമ്പോഴും ഇരുട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പ്രഭാതം ഉണ്ടാകുമെന്നാണ്. ഇരുട്ട് ആർക്കും അധികം ഇഷ്ടമല്ല, ഇരുട്ട് ആരും താല്പര്യപ്പെടുന്നുമില്ല. എന്നാൽ ഓരോ ദിവസത്തിന്റെ രാത്രിയിലും ഇരുട്ട് നമ്മെ മൂടുമ്പോൾ ശരി അല്പാൽപമായ ഒരു വിശ്രമം നമുക്ക് കിട്ടുമെങ്കിലും നമ്മുടെ പ്രതീക്ഷ പിറ്റേന്ന് പ്രഭാതത്തിൽ ഒരു വെളിച്ചം വരുമെന്നാണ്. അതെല്ലാ മനുഷ്യന്റെയും ജീവിത പ്രതീക്ഷയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അകപ്പെട്ടു പോകുന്ന ഇരുട്ടുകൾ നാളെ ശരിയാകും, അടുത്ത ആഴ്ച ശരിയാകും, അടുത്ത പ്രഭാതത്തിൽ ശരിയാകും, അടുത്ത മാസം ശരിയാകും, അടുത്ത വർഷം ശരിയാകും എന്ന് ഓരോ വർഷത്തിന്റെ അവസാന നാളുകളിലും നമ്മൾ പറഞ്ഞ് എന്നാൽ ആ വർഷത്തിന്റെ അവസാനം എത്തുമ്പോഴും അതേ പ്രശ്നത്തെ ചുമക്കുന്നവർ ഒരുപക്ഷെ ഇന്ന് എൻ്റെ ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ടാകാം. ഓരോ വർഷത്തിന്റെ അവസാനവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷം ശരിയാകുമെന്നാണ്. അടുത്ത വർഷം എൻ്റെ തലമുറ മടങ്ങി വരും, അടുത്ത വർഷം എൻ്റെ ഭർത്താവ് ശരിയാവും, അടുത്ത വർഷം എനിക്ക് സൗഖ്യമുണ്ടാകും, അടുത്ത വർഷം എൻ്റെ സഭയിൽ ഒരു ശക്തമായ റിവൈവൽ നടക്കും, അടുത്ത വർഷം ഇത് സംഭവിക്കും, അടുത്ത വർഷം ഞാൻ ശരിയാകും. ഇങ്ങനെ ഓരോ വർഷങ്ങളും പറഞ്ഞ് ഓരോ ഇരുട്ടിൻ്റെയും അവസാനം പറഞ്ഞ് ഇന്നും ആ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ തകർന്നു തരിപ്പണമായി എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവചിച്ചു പറയുന്നു, വെയിറ്റ് തളർന്നു പോകാൻ വരട്ടെ, എന്നേക്കുമായി ആ അധ്യായത്തെ അടച്ചു കളയാൻ വരട്ടെ, എന്നേക്കുമായി അവസാനിച്ചു എന്ന് പറയാൻ വരട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയുന്നു, ഇതാ ഒരു ഉദയം വരാൻ പോകുന്നു. ഇതാ ആ ഇരുട്ടിൽ നിന്ന് നിന്നെ എന്നേക്കുമായി പുറത്തെടുക്കാൻ ഒരു ഉദയം. ഞാൻ ആരോടോ സംസാരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും, ഇന്നല്ലെങ്കിൽ നാളെ ക്ലിയർ ആകും എന്ന് ഹൃദയത്തിൽ ചിന്തിച്ച് മാസങ്ങൾ പരാജയപ്പെട്ട്, വർഷങ്ങൾ പരാജയപ്പെട്ട് തകർന്ന് തരിപ്പണമായി ആരോടോ ഈ ദൈവം സംസാരിക്കുന്നു. വെയിറ്റ്, അവസാനിപ്പിക്കാൻ വരട്ടെ, അവസാനിപ്പിക്കാൻ വരട്ടെ, അവസാനിപ്പിക്കാൻ വരട്ടെ. ഉദയം വരാൻ സമയമാകുന്നു. സഖരിയാവ് ഈ പ്രവചനം പറയാനൊരു കാരണമുണ്ട്, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. സഖരിയ പുരോഹിതൻ അബിയാക്കൂറിന്റെ ക്രമപ്രകാരം അവന്റെ ശുശ്രൂഷകൾ നിവർത്തിച്ചു വരുമ്പോൾ എൻ്റെ ചിന്തയിൽ ഒരുപക്ഷെ അവൻ അവസരം കിട്ടുമ്പോഴൊക്കെ ആ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് ഇസ്രായേൽ ജനത്തിൽ പകരമായി അവൻ കയറി ചൊല്ലും. ആ ജനത്തെ അവൻ ഇടിവിൽ വെക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവരെ ശുശ്രൂഷിക്കും. അവർക്കുള്ള ഉത്തരവുമായി സഖരിയ പുരോഹിതൻ ആ അതിവിശുദ്ധ സ്ഥലം വിട്ട് പുറത്തിറങ്ങും.
എന്നാൽ ഓരോ പ്രാവശ്യം ഇവൻ അകത്ത് കയറുമ്പോൾ മനസ്സിൽ സംസാരിച്ചത്, ഞാൻ വിശ്വസ്തയോടെ നിന്നെ സേവിച്ചു, ഞാൻ വിശ്വസ്തയോടെ നിന്നെ അറിഞ്ഞു, ഞാൻ വിശ്വസ്തയോടെ നിന്നെ ശുശ്രൂഷിച്ചു, ഞാൻ വിശ്വസ്തയോടെ അവൻ നിന്റെ നാമത്തിന് വേണ്ടി നിന്നു. പക്ഷെ എൻ്റെ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല, എൻ്റെ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല. ഓരോ പ്രാവശ്യം അവൻ അതിവിശുദ്ധ സ്ഥലം വിട്ട് എഴുന്നേൽക്കുമ്പോൾ അവന്റെ തല ഉയർന്നു നിൽക്കും. കാരണം അവൻ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നു. അവന്റെ പ്രാർത്ഥന ഒത്തിരി ജനത്തിന് അനുഗ്രഹമായി, അവന്റെ പ്രാർത്ഥന ഒത്തിരി ജനത്തിന് സൗഖ്യമായി, അവന്റെ പ്രാർത്ഥന ഒത്തിരി ജനത്തിന് അത്ഭുതമായി. പക്ഷെ ഒരു ഭാഗത്ത് അവന്റെ തല താഴ്ന്നു തന്നെ നിൽക്കും. ഇപ്പോഴും അവൻ ഒരടയ്ക്കപ്പെട്ട വാതിലിന്റെ മുൻപിലായിരുന്നു. വചനം പറയുന്നു, അവന്റെ ഭാര്യയായ എലിസബത്തിന്റെ ഗർഭപാത്രം അടഞ്ഞു കിടന്നു. ദീർഘവർഷങ്ങളായി ഈ മനുഷ്യനെ ശുശ്രൂഷിക്കുന്നത് ആ അടയപ്പെട്ട വാതിൽ ഒരു ഭാഗത്ത് അവനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ്. എന്നാൽ ഈ ഒരു ഭാഗത്ത് ഇവന്റെ വാതിൽ അടഞ്ഞു കിടന്നുവെങ്കിലും ആ മനുഷ്യൻ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചുകൊണ്ടേയിരുന്നു. എവിടെയോ ഒരു പ്രതീക്ഷ അവന്റെ അകത്തുണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നല്ലെങ്കിൽ നാളെ അത് തുറക്കും, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം തുറക്കും, ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു കുഞ്ഞിനെ അവൻ ചേർത്ത് വെക്കും. ഇങ്ങനെ പ്രതീക്ഷയോടെ ആ തകർച്ചയുടെ മുൻപിലും ആ അടയ്ക്കപ്പെട്ട വാതിലിന്റെ മുൻപിലും ഈ സഖറിയാ പുരോഹിതൻ അവൻ ചോദ്യം ചെയ്യാതെ, ദൈവത്തെ ചോദ്യം ചെയ്യാതെ, ദൈവത്തോട് പിറുപിറുക്കാതെ, സഹശുശ്രൂഷകന്മാർക്ക് ഒരു ഭാരമായി മാറാതെ അവൻ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് പകൽ ആമേൻ, ഞാൻ ആരോട് സംസാരിക്കുന്നു? ഒരു ഭാഗത്ത് ശക്തമായി ശുശ്രൂഷിക്കുമ്പോഴും ഒരു ഭാഗത്ത് ശക്തമായി ജനത്തിന് ഇടിവ് നിൽക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചവർ സൗഖ്യമാകുമ്പോഴും എവിടെയോ അടയപ്പെട്ട വാതിലിന്റെ മുൻപിൽ ഇപ്പോഴും കണ്ണുനീരോടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം സംസാരിക്കുന്നു. വെയിറ്റ്, 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 വെയിറ്റ്. അവസാനിച്ചിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. ആ ഉദയത്തിന് സമയം ആകുന്നതേ ഉള്ളൂ. നിനക്ക് വെളിപ്പെടാൻ പോകുന്ന ഉദയത്തിന് എന്നെ ശ്രദ്ധിച്ചു കേൾക്ക്. ഈ മനുഷ്യൻ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലും. പക്ഷേ അവന്റെ വിഷയം പറയും, ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തില്ല. അവന്റെ ഭാര്യയുടെ ഗർഭപാത്രം അടഞ്ഞു തന്നെ കിടന്നു. അങ്ങനെ അടയപ്പെട്ട ഗർഭപാത്രത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തെ വർഷങ്ങളോളം സേവിക്കുന്നു. ഓരോ വർഷങ്ങൾ കയറി ചെല്ലുമ്പോഴേ പ്രതീക്ഷ, അടുത്ത വർഷം എൻ്റെ കുഞ്ഞു വരുമെന്നാണ്, അടുത്ത വർഷം എൻ്റെ ഭാര്യ പ്രസവിക്കും, അടുത്ത വർഷം എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകും. ഇങ്ങനെ പ്രതീക്ഷയോടെ ദീർഘവർഷങ്ങൾ അവൻ തള്ളി നീക്കി. അവന്റെ പ്രായത്തിന്റെ മാക്സിമം അവന് മനസ്സിലായി, ഇനി എൻ്റെ അവൻ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞിനെ ചുമക്കാൻ കഴിയില്ല, ഇനി എനിക്കൊരു കുഞ്ഞിനെ ഉളവാക്കാൻ കഴിയില്ല. ആ ചിന്ത അവന്റെ മനസ്സിനകത്തുണ്ടായി. ഇവിടെ ഈ 1-ാം അധ്യായത്തിനകത്ത് അവൻ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് അബിയാക്കൂറിന്റെ ക്രമപ്രകാരം കയറി ചെല്ലുമ്പോൾ അവന്റെ മനസ്സിൽ ഒരുപക്ഷെ തോന്നിയ ചിന്ത ഇതായിരിക്കാം, കർത്താവേ, എനിക്ക് ഒത്തിരി പ്രായമായി, ഇനി പഴയതുപോലെ ശുശ്രൂഷിക്കാൻ കഴിയില്ല, ഒരുപക്ഷെ ഇതെന്റെ അവസാന അവസരമായിരിക്കാം, ഒരുപക്ഷെ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് ഈ ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്ന എന്റെ അവസാന അവസരമായിരിക്കാം. അവൻ ആ പ്രതീക്ഷയുമായി തകർന്ന ശരീരവും ഉടഞ്ഞ അവന്റെ മനസ്സുമായി അവൻ ആ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ ദൈവത്തോട് ചോദിച്ചു, ഒരിക്കലായിട്ടെങ്കിലും എന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തെ നീ തുറക്കുമോ? ഒരിക്കലായിട്ടെങ്കിലും എന്റെ ആ വാതിൽ നീ തുറക്കുമോ? ഒരിക്കലായിട്ടെങ്കിലും എന്റെ പ്രാർത്ഥനയുടെ മറുപടി നീ എനിക്ക് നൽകുമോ? തിരുവെഴുത്തുകൾ പറയുന്നു, അവന്റെ ശരീരം ക്ഷീണിച്ചിരുന്നു, അവന്റെ മനസ്സ് ക്ഷീണിച്ചിരുന്നു, അവന്റെ ശരീരം വല്ലാതെ ബലഹീനമായി പോയിരുന്നു. എന്നാൽ ആ പ്രഭാതത്തിൽ അവൻ അതിവിശ്വസ്ത സ്ഥലത്ത് തന്റെ ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കുമ്പോൾ ഇതാ ഒരു വെളിച്ചം അതിനകത്തേക്ക് ഇറങ്ങി വരുന്നു. ഇതാ ഒരു വെളിച്ചം അവനെ ആ ഇരുട്ടിൽ നിന്ന് പുറത്തെടുക്കുന്ന ഒരു വെളിച്ചം അവന്റെ അടഞ്ഞ വാതിലിനെ തുറക്കുന്ന. കരമടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കരമടിച്ച് അതരങ്ങളെ തുറന്ന് ആമേൻ പറഞ്ഞ് ദൂതനെ സ്വീകരിച്ചോ. ഇന്ന് പകൽ നീ പ്രാർത്ഥിച്ച് തളർന്നുവല്ലേ, നീ കരഞ്ഞ് തളർന്നുവല്ലേ, നീ ചോദിച്ച് തളർന്നുവല്ലേ, ഇന്ന് പകൽ അല്ലാഹു പറയുന്നു, വെയിറ്റ്. നീ തളർന്നിരിക്കുന്ന ഇതേ അവസ്ഥയിൽ ഒരു വെളിച്ചം, ഒരു ഉദയം. Glory to Jesus.
സഖരിയാവിന്റെ ജീവിതത്തിൽ ഒരു ഉദയം ആ അതിവിശുദ്ധ സ്ഥലത്തുണ്ടായി. ഒരു വെളിച്ചം ഇറങ്ങി വന്നു. ആ വെളിച്ചം പറഞ്ഞ ശബ്ദം ഇതാണ്: സഖരിയാവേ, ഭയപ്പെടണ്ട, നിന്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. കരമുയർത്തി വരുന്നല്ല ഹല്ലേലൂയ പറ. അവന്റെ അടയപ്പെട്ട വാതിൽ തുറന്നു. എന്നാൽ തിരുവെഴുത്തുകൾ പറയുന്നു, അവന്റെ വായ് അടഞ്ഞുപോയി. ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ? അങ്ങനല്ലേ വചനം പറയുന്നത്. ദൈവം അവന്റെ വായ അടച്ചു. അവന്റെ ഭാര്യയുടെ ഗർഭപാത്രം തുറന്നു. എന്നാൽ ദൈവം അവന്റെ വായ അടച്ചു. അന്ന് പ്രഭാതത്തിലും അവൻ ഇറങ്ങി വന്നത് ഒരുപക്ഷെ അപ്പോഴും ഒരു നിരാശയോടെയാണ്. എൻ്റെ ഭാര്യയുടെ ഗർഭപാത്രം തുറന്നു, പക്ഷെ അപ്പോഴും അവൻ്റെ വായ അടഞ്ഞു പോയിരുന്നു. അവൻ്റെ തല കുരിഞ്ഞിരുന്നു. ഇതാ, ഞാൻ പ്രതീക്ഷിച്ച ഒരു വാതിൽ തുറന്നപ്പോൾ മറ്റൊരു വാതിൽ അടഞ്ഞു. ഞാൻ ആരോട് സംസാരിക്കുന്നില്ലേ? ഏതോ ഒരു വാതിൽ തുറക്കുമ്പോൾ മറ്റൊരു വാതിൽ അടയുന്നു. അതിനെയും വലിച്ചു തുറക്കുമ്പോൾ വേറെ ഒരു വാതിൽ അടയുന്നു. അതിനെയും വലിച്ചു തുറക്കുമ്പോൾ മറ്റൊരു വാതിൽ അടയുന്നു. അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി അടഞ്ഞ വാതിലിന്റെ മുൻപിൽ തളർന്ന ആരോ എന്റെ ശബ്ദം കേൾക്കുന്നു. ഇന്ന് ദൈവം പറയുന്നു, ആ വാതിലും തുറക്കാൻ സമയമായി. ആ അടഞ്ഞ വാതിലും തുറക്കാൻ സമയമായി. ആ അടഞ്ഞ വാതിലും തുറക്ക. അതിനെ വിശ്വാസത്താൽ വലിച്ചു തുറക്ക. വിശ്വാസത്താൽ ആ വാതിൽ വലിച്ചു തുറക്ക. യോഹന്നാൻ സ്നാപകന്റെ കാലം മുതൽ ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. വലിച്ചു തുറക്ക. വിശ്വാസത്താൽ ആ വാതിലിനെ വലിച്ചു തുറക്ക. Glory to Jesus. Hallelujah. അവൻ അപ്പോഴും തലകുനിഞ്ഞു വന്നു. എന്നാലും നീ എന്നെ കേൾക്കണം, സമയം ഒത്തിരി പോകുന്ന ഞാൻ വേഗത്തിലോടുകയാണ്. അവനപ്പോഴും പുറത്തു വന്നിട്ട് അവൻ്റെ ചിന്ത എൻ്റെ വായടഞ്ഞു. ചില മാസങ്ങൾ കഴിഞ്ഞു. അവൻ കേട്ട പ്രവചന ശബ്ദം പോലെ എലിസബത്ത് ഗർഭിണിയായി. മാസങ്ങൾ കഴിഞ്ഞു. 9 മാസമായപ്പോൾ എലിസബത്ത് അവൾ പ്രസവിക്കാനുള്ള സമയമായി. ഇതാ, ഒരു സുന്ദരനായ കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ്. ആരോ പറഞ്ഞു, മോനെ ആമേശ്വത്രം സഖരിയാവേ, നിന്റെ പേര് പോലെ ഇവന് സഖരിയാവ് എന്ന് പേരിടാം. സഖരിയാവ് പറഞ്ഞു, നോ. കേൾക്കണേ, നോ 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 നോ, അവൻ ആ പേരിടണ്ട. അവനൊരു ആമേശ്വത്ര പേപ്പർ ചോദിച്ചു. ആ പേപ്പറിൽ അവനുടെ പേരെഴുതി കാണിച്ചു, യോഹന്നാൻ. എന്തായിരുന്നു ആ പേര്? അവൻ കേട്ട പ്രവചന ശബ്ദത്തിൽ ദൈവത്തിന്റെ ദൂതൻ അവനോട് പറഞ്ഞ പേരായിരുന്നു യോഹന്നാൻ. മനസ്സിലായില്ല? കേൾക്ക്, അവന്റെ വായ് അടഞ്ഞിരുന്നുവെങ്കിലും ആ പ്രവചനത്തെ അവൻ മറന്നില്ല. അവന്റെ വായ് അടഞ്ഞുവെങ്കിലും അവന്റെ ഹൃദയം അടഞ്ഞില്ല. അവന്റെ വായ് അടഞ്ഞിരുന്നുവെങ്കിലും ദൈവം അവനോട് സംസാരിച്ച ആ ശബ്ദത്തെ അവൻ മറുത്തില്ല. ദൈവം പറഞ്ഞ കൽപ്പനയെ അവൻ മറുത്തില്ല. എന്റെ വായ് അടഞ്ഞിരിക്കാം, എന്നാൽ ദൈവം എന്നോട് എന്ത് പറഞ്ഞിരിക്കുന്നുവോ ഞാൻ അതിനെ അനുസരിക്കും. ദൈവം എന്നോട് ദൈവത്തിന്റെ കൽപ്പനകൾ മറക്കാത്ത ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നോ? ദൈവം പറഞ്ഞതിനെ മറക്കാത്ത ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നോ? ഇന്ന് ദൈവം പറയുന്നത്, വെയിറ്റ്. നീ ചോദിച്ച ആ പ്രാർത്ഥനയ്ക്ക്, ആ പ്രവചനത്തിന് തക്കവണ്ണം നിന്റെ ജീവിതം തിരിയാൻ പോകയോ? രണ്ട് കരങ്ങളും ഉയർത്തി വരെ ഹല്ലേലൂയ പറ. നമ്മൾ ചിലരുടെ പ്രശ്നം, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമെങ്കിലും ഈ വാതിൽ അടയുമ്പം ആ ദൈവ ശബ്ദം മറക്കും. ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എല്ലാവരും പോയി. ഹലോ, നമ്മളെ ഈ ദൈവശബ്ദം കേൾക്കും. ദൈവശബ്ദം കേട്ടിട്ട് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തകർച്ചകൾ സംഭവിക്കുമ്പോൾ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഉളച്ചിലുകൾ സംഭവിക്കുമ്പോൾ, ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ദൈവശബ്ദം മറക്കും. എന്നാൽ സെഖരിയാവ് ദൈവശബ്ദം മറന്നില്ല. അവൻ ഭാര്യയുടെ ഗർഭപാത്രം അടഞ്ഞിരുന്നു. അവന്റെ വായടഞ്ഞിരുന്നു. അടയ്ക്കപ്പെട്ട വാതിലിന്റെ മുൻപിലും അവന്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നിരുന്നു. ഒരാമേൻ പറ. അവന്റെ മുൻപിൽ അവൻ കണ്ടത് അടയപ്പെട്ട വാതിലായിരുന്നുവെങ്കിലും അവന്റെ ഹൃദയം ഏത് സമയവും ദൈവത്തിന് വേണ്ടി തുറന്നിരുന്നു. ദൈവ ശബ്ദത്തിന് വേണ്ടി തുറന്നിരുന്നു. ഉണ്ടോ ഇതിനകത്ത്? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എന്ത് സംഭവിച്ചാലും, എന്ത് പരാജയങ്ങൾ സംഭവിച്ചാലും, എന്ത് ഉടച്ചിലുകൾ സംഭവിച്ചാലും ദൈവ ശബ്ദത്തിന് വേണ്ടി എന്റെ ഹൃദയം തുറന്നു തന്നെ ഇരിക്കും എന്ന് പറയുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അവർ കരമടിച്ച് ദൈവത്തിന് നല്ല ഒരു ആരാധന കൊടുത്ത്
Glory to Jesus. ഒരു നല്ല ആമേൻ പറ. അവൻ യോഹന്നാൻ എന്ന് പേരിടണമെന്ന് എഴുതിയ സമയത്ത് ആ സെക്കൻഡിൽ അവൻ്റെ നാവിൻ്റെ കെട്ട് അടിഞ്ഞു. ഓ, കേട്ടില്ല. ഇനി ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. നിന്റെ വാതിലുകൾ തുറക്കുന്നത് അനുസരിക്കുമ്പോഴാണ്. ഓ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. നിന്റെ വാതിലുകൾ തുറക്കുന്നത് പ്രവചന ശബ്ദം കേൾക്കുമ്പോഴല്ല, അനുസരിക്കുമ്പോഴാണ്. ഒരാമേൻ പറ. നിന്റെ വാതിലുകൾ തുറക്കുന്നത് നീ ദൈവത്തെ അനുസരിക്കുമ്പോഴാണ്. അവൻ ദൈവത്തെ അനുസരിച്ചപ്പോൾ അവന്റെ വായ് തുറന്നു. അവൻ ദൈവത്തെ അനുസരിച്ചപ്പോൾ അടയപ്പെട്ട അവന്റെ നാവ് തുറന്നു. അവൻ വായ് തുറന്ന് സംസാരിച്ച് പറഞ്ഞത്, ഇതാ ഉയരത്തിൽ നിന്ന് ഒരു ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. വെളിച്ചത്തിൽ അവൻ ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചം കൊടുക്കാൻ, മരണത്തിലിരിക്കുന്നവർക്ക് വെളിച്ചമാകാൻ, അവരെ സമാധാന മാർഗത്തിൽ കാക്കാൻ. ഉദയത്തിൽ നിന്ന് ഒരു ഉദയം. ഹല്ലേലൂയ. കരമുയർത്തി വരുന്നല്ല ഹല്ലേലൂയ പറഞ്ഞ്. ഇനി എന്നെ കേൾക്കണം. സെഖര്യാവ് ഇത് പ്രവചിച്ചതുപോലെ ആ ഉദയം ദൈവജനത്തെ തേടി വന്നു. ആ ഉദയത്തിന്റെ പേരായിരുന്നു യേശു. ഹല്ലേലൂയ. ആ ഉദയത്തിന്റെ പേരായിരുന്നു യേശു. എന്നാൽ സെഖര്യാവ് പ്രവചിച്ച ആ പ്രവചനം അവിടെ തന്നെ കിടന്നു. ഒരാമേൻ പറഞ്ഞേ. സെഖര്യാവ് പ്രവചിച്ച ആ പ്രവചനം അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഉയരത്തിൽ നിന്ന് ഒരു ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആ പ്രവചന ശബ്ദം യേശുവിൽ കൂടെ നിറവേറ്റി. എന്നാൽ അപ്പോഴും ആ പ്രവചനം അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിച്ചാൽ അവിടെ നിങ്ങൾ വായിക്കുന്നത് ശൗലിന്റെ ജീവിതത്തിൽ തിരുവെഴുത്തുകൾ പറയുന്നു. ഇതാ ശൗൽ അവൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ തന്റെ ജനത്തിന് വിരോധമായി, ക്രിസ്ത്യാനികൾക്ക് വിരോധമായി പൊങ്ങിയപ്പോൾ അതിന്റെ 8-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം തിരുവെഴുത്തിൽ പറയുന്നു, ഉയരത്തിൽ നിന്ന് ഒരു വെളിച്ചം അവനെ ചുറ്റി മിന്നി. ഇങ്ങനെ കേൾക്കണേ. ഈ സെഖര്യാവ് പ്രവചിച്ച പ്രവചനം അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. ഇതാ ഒരു മനുഷ്യൻ തന്റെ ജനത്തെ, ദൈവത്തെ സേവിച്ച തന്റെ ജനത്തെ മുടിപ്പിപ്പാൻ അവൻ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങി തന്റെ കയ്യിൽ വെച്ചിട്ട് ഇവൻ സഞ്ചരിക്കുകയാണ്. ഇവൻ സഞ്ചരിക്കുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. യഹൂദ മതത്തിന് വിരോധമായി സംസാരിക്കുന്ന ഏത് ക്രൈസ്തവനെ കണ്ടാലും അവനെ കൊല്ലണം. അങ്ങനെ അധികാരപത്രം വാങ്ങി ഒരു മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ആ പറഞ്ഞ പ്രവചനം പിന്നെയും വന്നു. സെഖര്യാവിന്റെ പ്രവചനം പിന്നെയും വെളിപ്പെട്ടു. ഉയരത്തിൽ നിന്ന് ഒരു വെളിച്ചം ആ മനുഷ്യനെ ചുറ്റി മിന്നി. ഇങ്ങനെ ശ്രദ്ധിച്ചു കേൾക്ക. ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ക്രിസ്ത്യാനിയാകാൻ സാധ്യത ഒന്നുമില്ല. അത് പ്രയാസമെന്ന് ഞാൻ പറയില്ല. അവൻ ക്രിസ്ത്യാനിയാകാൻ ഇമ്പോസിബിൾ ആണ്, സാധ്യതയില്ല എന്ന് കേൾക്കണേ. അതിന് 3 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവരുടെ ഫാരിസിയാണ്, ഇവരുടെ പരീശനാണ്. ഈ പരീശന്മാരുടെ പ്രത്യേകത, പരീശൻ ഉണ്ടായി വരാൻ പ്രധാനപ്പെട്ട കാരണം അന്ന് യഹൂദ മതത്തിൽ ഉണ്ടായവരുടെ ലെഗസി, അവരുടെ എന്താ പറയുക, പാരമ്പര്യമായ പഠിപ്പിക്കലുകൾക്ക് വിരോധമായി ഉപദേശങ്ങൾ യഹൂദ മതത്തിന്റെ അകത്തുണ്ടായപ്പോൾ അവരുടെ ടീച്ചിങ്ങിനെ ഡിഫെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ യഹൂദ മതത്തിന്റെ പാരമ്പര്യമായ ഉപദേശങ്ങളെ മുറുകെ പിടിക്കാൻ ഉളവായി വന്ന ഒരു ഗ്രൂപ്പായിരുന്നു പരീശന്മാർ. ഹലോ, നമുക്കറിയില്ല, നമ്മൾ പരീശന്മാരെന്ന് പലരും വിളിക്കാറുണ്ട്. ഇപ്പോഴും നമ്മൾ വിളിക്കാറുണ്ട് പലരും പരീശനെന്ന്. എന്നാൽ വാസ്തവത്തിൽ പരീശന്മാരുണ്ടായത് ഇസ്രായേൽ മതത്തിനകത്ത്, യഹൂദ മതത്തിനകത്തുണ്ടായ മോശമായ ടീച്ചിങ്സിനെ പ്രതിരോധിക്കാൻ, അത് അങ്ങനെയല്ല എന്ന് പഠിപ്പിക്കാൻ ഉയർന്നു വന്നൊരു ഗ്രൂപ്പായിരുന്നു പരീശന്മാരുടെ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ഒരു പരീശനെ എന്ത് പറഞ്ഞു മാറ്റാൻ ആർക്കും കഴിയില്ല. എൻ്റെ കൂടെ ഉണ്ടോ? എത്ര വലിയ കൗൺസിലർ വന്നാലും, എത്ര വലിയ ജ്ഞാനി വന്നാലും, അവൻ പരീശനായ ഒരു വ്യക്തിയെ അവന്റെ മതത്തിൽ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ അവന്റെ അടിസ്ഥാനമായ ഉപദേശങ്ങളിൽ നിന്ന് മാറ്റുക അസാധ്യമായിരുന്നു. അതുകൊണ്ട് പൗലോസ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമായിരുന്നില്ല, അസാധ്യമായ കാര്യമായിരുന്നു. എന്റെ കൂടെ ഉണ്ടോ? കാരണം അവൻ പരീശനായിരുന്നു. 2, ഇവൻ ഗമാലിയേലിന്റെ കാൽ കീഴിൽ വചനം അഭ്യസിച്ച് എന്ന് പറഞ്ഞ ന്യായപ്രമാണം പഠിച്ചത് അന്നത്തെ ഏറ്റവും വലിയ ഗുരുവായ ഗമാലിയേലിന്റെ കീഴിൽ. അതുകൊണ്ട് തന്നെ മറ്റൊരു ടീച്ചിങ്സിന്, പുറത്തുനിന്ന് വരുന്ന ഒരു പ്രയോഗങ്ങൾക്കും ഇവന്റെ അകത്ത് വരാൻ പറ്റുകയില്ല. കാരണം ഇവൻ ഗമാലിയേലിന്റെ കാൽ കീഴിൽ വചനം അഭ്യസിച്ചവനാണ്. 3-ാമത്തെ കാര്യം, അവൻ പൊതുവെ സമ്പന്നനായ വ്യക്തിയായിരുന്നു. കേൾക്കട്ടെ,
പൗലോസിന്റെ അപ്പന് അവൻ കപ്പലുണ്ടായിരുന്നു, അവൻ കപ്പൽ മുതലാളി എന്ന് പറഞ്ഞാൽ ആ പൗലോസ് ഇവിടെ വന്നാൽ അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞ് ആർക്കും പൗലോസിനെ മാറ്റാൻ കഴിയുമായിരുന്നില്ല. ഈ 3 കാരണങ്ങൾ കൊണ്ട് പൗലോസിനെ ഒരു ക്രിസ്ത്യാനിയാക്കുക, പൗലോസിനെ മാനസാന്തരപ്പെടുത്തുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമായിരുന്നു. എന്നാൽ അതേ അസാധ്യമായ കാര്യം ഉയരത്തിൽ നിന്ന് ഒരു വെളിച്ചം വീശിയടിച്ചപ്പോൾ സംഭവിച്ചു. കരമടിക്കാൻ കഴിയുന്നെങ്കിൽ കരമടിച്ച് ആ അസാധ്യമായ കാര്യം ഉയരത്തിൽ നിന്ന് ആ ഉദയം കൊണ്ട് അവൻ സന്ദർശിക്കപ്പെട്ടപ്പോൾ പൗലോസിന്റെ വിദ്യാഭ്യാസം പറഞ്ഞു സാധ്യമല്ല, അവന്റെ ചരിത്രം പറഞ്ഞു സാധ്യമല്ല, അവന്റെ അറിവ് പറഞ്ഞു സാധ്യമല്ല. എന്നാൽ വെളിച്ചം പറഞ്ഞു ഇത് സാധ്യമാണ്. നിന്നെ മാറ്റാൻ ഈ വെളിച്ചത്തിന് എത്ര പേർക്ക് മനസ്സിലായി? ഈ ഉദയം നിന്നെ സന്ദർശിച്ചാൽ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കും. നിന്റെ ചരിത്രം തിരിയപ്പെടും. രാമൻ പറ, നിന്റെ ചരിത്രം തിരിയപ്പെടും. ശൗലിന്റെ ചരിത്രം പിന്നത്തേതിൽ അതിശക്തനായ ഒരു അപ്പോസ്തലന്റെ ചരിത്രമായി മാറിയത് ഉയരത്തിൽ നിന്ന് ഒരു വെളിച്ചം അവനെ സന്ദർശിച്ചപ്പോഴാണ്. ഉയരത്തിൽ നിന്ന് ഒരു വെളിച്ചം അവനെ ചുറ്റിവെട്ടിയപ്പോഴാണ്. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത് അസാധ്യമെന്ന് ഡോക്ടർ പറഞ്ഞത്, അസാധ്യമെന്ന് നിന്റെ ഭവനക്കാർ പറഞ്ഞതിനെ സാധ്യമാക്കാൻ ഇതാ ഒരു വെളിച്ചം നിന്റെ ചുറ്റി മിന്നാൻ പോകയോ. ഹല്ലേലൂയ. കരം ഉയർത്തി വരുന്നല്ല ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്ന ഒരു ആൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, വെളിച്ചം മതി ചരിത്രം മാറുക. വെളിച്ചം മതി ചരിത്രം മാറും. പറ, വെളിച്ചം മതി ചരിത്രം മാറും. വെളിച്ചം മതി ചരിത്രം മാറും. ഹലോ, അതിന് വലിയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല. അവിടെ MD-യും BTH MDH ഒന്നിന്റെ ആവശ്യമില്ല. വെളിച്ചം മതി ചരിത്രം മാറും. ഒരാമേൻ പറ, വെളിച്ചം മതി ചരിത്രം മാറും. ആ ഉദയം നിന്നെ തേടി വന്ന സഖരിയാവ് പ്രവചിച്ച ആ പ്രവചനം അന്തരീക്ഷത്തിൽ കിടന്നു. ആ പ്രവചനം ഇതാ ശൗലിന്റെ മേൽ വരികയാണ്. വെളിച്ചം അവനെ ചുറ്റുമെന്നിയപ്പോ ഇതാ ശൗൽ എന്ന് പറയുന്ന അതിക്രൂരനായ സുവിശേഷ വിരോധിയിൽ നിന്ന് പൗലോസ് എന്ന് പറയുന്ന അതിശക്തനായ ഒരു അപ്പോസ്തലൻ അവിടെ ജന്മമെടുക്കുകയാണ്. ഒരു വെളിച്ചം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ആ വെളിച്ചം ചിലരുടെ ചരിത്രങ്ങളെ മാറ്റാൻ ഇന്ന് പകൽ ഇവിടെ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ചിലരുടെ ചരിത്രങ്ങൾ, നീ ഇന്ന് വരെ ആയിരുന്നതിന്റെ ചരിത്രത്തെ മാറ്റി, നീ ചിന്തിക്കാത്തതുപോലെ നിന്റെ ചരിത്രത്തെ മാറ്റി അവൻ പണിയാൻ ആ അസാധ്യമായ മേഖലയുടെ അകത്ത് ആ വെളിച്ചം ഇറങ്ങി വന്ന് അതിനെ സാധ്യമാക്കാൻ പോകുകയാണ്. ആ വെളിച്ചം ഇറങ്ങി വന്ന് നിന്റെ സകല അസാധ്യതകളെയും കരമടിച്ച് എനിക്കറിയാം ഈ ചരിത്രം മാറുകയാണ്. ഇന്നലെ വരെയുള്ള നിന്റെ ചരിത്രങ്ങൾ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, ശുശ്രൂഷ മേഖലയിൽ, നിന്റെ മിനിസ്ട്രിയിൽ ചരിത്രങ്ങൾ ഇപ്പോൾ തിരിയുകയാണ്. ചരിത്രങ്ങൾ ദൈവത്തോട് പ്രവചിക്കാൻ പറയുന്നു. ചിലരുടെ ചരിത്രങ്ങൾ തിരിയുകയാണ്. ഇപ്പോൾ മുതൽ ആ ചരിത്രങ്ങൾ തിരിയുകയാണ്. ചില അസാധ്യതകളുടെ അകത്ത് ആ വെളിച്ചം ഇതാ ഒരു ഉദയമായി ഇറങ്ങി വരുന്നു. ഒരു ഉദയമായി. കരമടിച്ച് അധരം തുറന്ന് അന്യഭാഷകളിൽ ഈ ദൂതനെ സ്വീകരിച്ചോ. ചരിത്രങ്ങൾ വഴിമാറും, അസാധ്യതകൾ വഴിമാറും. ഇംപോസിബിൾ ആയ കാര്യങ്ങൾ പോസിബിൾ ആകും, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമായി വരും. Glory to Jesus. കരം ഉയർത്തി ഒരു ആമേൻ പറഞ്ഞേ. വെളിച്ചം മതി നിന്റെ ചരിത്രം മാറും. ഒരാമേൻ പറ. വെളിച്ചം മതി നിന്റെ ചരിത്രം മാറും. നീ ആരെന്ന് എനിക്കറിയില്ല, ഇന്നിവിടെ ആയിരിക്കുന്നവരുടെ ചരിത്രമോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുന്നു, നിങ്ങളുടെ ചരിത്രം ഇവിടെ വെളിപ്പെടുന്ന ആ വെളിച്ചത്താൽ മാറാൻ പോകുകയാണ്. നിങ്ങളുടെ ഇന്ന് വരെയുള്ള ചരിത്രങ്ങൾ, അസാധ്യതയുടെ ചരിത്രങ്ങൾ, ഇംപോസിബിലിറ്റീസിന്റെ ചരിത്രങ്ങൾ, സാധ്യത ഇല്ലായ്മയുടെ ചരിത്രങ്ങൾ, രോഗത്തിന്റെ ചരിത്രങ്ങൾ, പ്രശ്നങ്ങളുടെ ചരിത്രങ്ങൾ, നിരാശയുടെ ചരിത്രങ്ങൾ, കണ്ണുനീരിന്റെ ചരിത്രങ്ങൾ ഇവിടെ വെളിപ്പെടുന്ന ആ ഉദയത്താൽ, ആ
ചരിത്രങ്ങൾ തിരിയാൻ പോകുകയാണ്. ശൗലിന്റെ ചരിത്രം മാറിയതുപോലെ നിന്റെ ചരിത്രത്തെ ദൈവം തിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ പരീക്ഷനായിരുന്ന മനുഷ്യൻ, സാധ്യതയില്ല എന്ന് ലോകം മുഴുവനും വിധിയെഴുതിയ ആ മനുഷ്യൻ ഒരൊറ്റ വെളിച്ചം വന്ന് വീണപ്പോൾ അവൻ്റെ അകത്ത് അവൻ്റെ ചരിത്രത്തെ ദൈവം മാറ്റി. എന്താ കാര്യം? ഒരു പ്രവചനം ശബ്ദം അവിടെ മുടങ്ങിക്കിടക്കുകയാണ്. ഒരാമയം പറഞ്ഞേ. ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ? പക്ഷേ എന്നോട് പറഞ്ഞ പ്രവചനങ്ങൾ, എന്നോട് വർഷങ്ങളായി ആരൊക്കെ പ്രവചിച്ച പ്രവചന ശബ്ദങ്ങൾ ഇന്നും നടന്നിട്ടില്ല എന്ന് നിരാശപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്റെ പ്രവചന ശബ്ദം ആ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. ഒരാമയം പറ. നിന്നോട് ദൈവം സംസാരിച്ച പ്രവചന ശബ്ദങ്ങൾ, ദൈവിക ദൂതുകൾ, നീ വചനത്തിൽ നിന്ന് വായിച്ചെടുത്ത നിന്റെ വചന വെളിപ്പാടുകൾ അത് അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. നീ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ ആ പ്രവചന ശബ്ദങ്ങൾ നിന്റെ അകത്ത് ആക്റ്റീവാകാൻ തുടങ്ങും. ദൈവത്തിന്റെ കൃത്യമായ സമയത്ത് അത് ആക്റ്റീവാകാൻ തുടങ്ങും. കാരണം ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവം പറഞ്ഞ വാക്കിൽ നിന്ന് പിന്മാറില്ല. രാമ്യം പറ. അത് ദൈവത്തിന്റെ സ്വഭാവത്തിലൊന്നാണ്. അവൻ പറഞ്ഞ വാക്കിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല. നിങ്ങൾ തിരുവെഴുത്തുകളിൽ വായിച്ചിട്ടില്ലേ? ഒരു ദിവസം ദൈവം, ഞാൻ പറഞ്ഞിട്ടുള്ള ആശയമാണ് പലയിടത്തും, ഒരു ദിവസം ദൈവം ആമിസ്വത്രം എലിയ പ്രവാചകൻ മുഖാന്തരം എലീശയോട് ഒരു ദൂത് പറയുകയാണ്. അവൻ ഏലിയാവിന്റെ ഇരട്ടി പങ്ക് നിന്റെ മേൽ വെളിപ്പെട്ടു വരും. കേട്ടിട്ടുണ്ടോ? ഏലിയാവിന്റെ ഇരട്ടി പങ്ക് നിന്റെ മേൽ ഉണ്ടാകും. ആ പ്രവചന ശബ്ദം ഏലിയാവിൽ നിന്ന് എലീശ സ്വീകരിക്കുകയാണ്. ആ പ്രവചന ശബ്ദവുമായി ഇതാ ഒരു മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ തിരുവെഴുത്തുകൾ പറയുന്നു, അവൻ ജീവിച്ചു മരിച്ചു. എലീശ മരിച്ചപ്പോൾ അവൻ ചെയ്ത അത്ഭുതങ്ങളുടെ എണ്ണം 31 ആയിരുന്നു. 31. ഹലോ, എന്റെ കൂടെ ഉണ്ടോ? ഏലിയാവ് മരിച്ചപ്പോൾ അവൻ ചെയ്ത അത്ഭുതങ്ങളുടെ എണ്ണം 16 ആയിരുന്നു. 16 അത്ഭുതങ്ങൾ. അവൻ 16ന്റെ ഇരട്ടി എത്രയാ? 16ന്റെ ഇരട്ടി 32 എന്ന് പറഞ്ഞാൽ ആമിസ്വത്രം അവന്റെ പ്രവചന നിവർത്തിയുടെ ഒരു നമ്പറിന്റെ അകത്ത് വെച്ച് ആര് മരിച്ചു? എലീശ മരിച്ചു. ആരോ പറഞ്ഞു എലീശ കണ്ടില്ലേ, ദൈവം പറഞ്ഞത് കറക്റ്റ് ആകത്തൊന്നും ഇല്ലെന്നേ. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? എത്ര വട്ടം നമ്മൾ ഈ സാധനം കേട്ടിട്ടുണ്ടില്ലേ? ദൈവം പറഞ്ഞത് ശരിയാകത്തത് അത് എപ്പോഴും കറക്റ്റ് ആവുന്നത്. ചിലപ്പോൾ റെഡിയാവും, ചിലപ്പം റെഡിയാവില്ല. ഹലോ, ആമിസ്വത്രം ആരോ എലീശയോട് പറഞ്ഞു, ഇതാ നീ 31 അത്ഭുതങ്ങളല്ലേ ചെയ്തുള്ളൂ, ഇരട്ടി ചെയ്യണമെങ്കിൽ 32 ആകണ്ടേ, നീ അത്ഭുതങ്ങൾ തികച്ചില്ലല്ലോ. കണ്ടോ, ദൈവം പറഞ്ഞത് എപ്പോഴും കറക്റ്റ് ആകണമെന്നില്ല. ചിലപ്പോൾ അടുത്തൂടൊക്കെ പോയേക്കാം. കൂടെ ഉണ്ടോ? അടുത്തൂടൊക്കെ പോയേക്കാം. പറഞ്ഞതുപോലെ സംഭവിക്കണമെന്നില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്നാൽ ആ ചരിത്രം 31 അവസാനിച്ചു എന്ന് പറഞ്ഞ് എലീശ അവസാനിച്ചു. എന്നാൽ തിരുവെഴുത്തുകൾ പറഞ്ഞു, ഒരു ദിവസം എലീശ മരിച്ചതിന് വർഷങ്ങൾക്ക് ശേഷം അവൻ അസ്ഥി മാത്രമായി മാറിയപ്പോൾ ഒരു ദിവസം 2 പേർ ചേർന്ന് ഒരു ശവശരീരത്തെ എടുത്തുകൊണ്ട് ഒരു താഴ്വരയിൽ കൂടെ നടക്കുകയാണ്. ഈ താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു യുദ്ധത്തിന്റെ ശ്രുതി ഇവർ കേട്ടു. യുദ്ധത്തിന്റെ ശ്രുതി കേട്ടപ്പോൾ തിരുവെഴുത്തുകൾ പറയുന്നു, ഈ 2 പേർ പേടിച്ചിട്ട് ഈ ശവത്തെ എടുത്ത് അടുത്ത് കിടന്ന ഒരു ഗുഹയുടെ അകത്തേക്ക് എറിഞ്ഞു. ഈ ഗുഹ മറ്റൊന്നുമായിരുന്നില്ല, എലീശ പ്രവാചകനെ അടക്കിയ അവന്റെ അവൻ ശവകുടീരമായിരുന്നു. എന്നുണ്ടോ? അതിനകത്ത് എലീശ പ്രവാചകനില്ല, എന്നാൽ എലീശയുടെ അസ്ഥികൾ അവിടെയുണ്ട്. തിരുവെഴുത്തുകൾ പറയുന്നു, ഈ മനുഷ്യന്റെ ശരീരം ഈ അസ്ഥികളെ തൊട്ടപ്പോ വചനം പറയുന്നു, ആ ശവശരീരത്തിന് മേൽ അവന്റെ ജീവൻ തിരികെ വന്നു. 31 + 1 32. മനുഷ്യൻ പറയുന്നത് തെറ്റാ, എന്നാൽ ദൈവം പറയുന്നത് തെറ്റില്ല. മനുഷ്യൻ പിന്മാറാ, എന്നാൽ ദൈവം പിന്മാറില്ല. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കരമടിച്ചവനെ ആരാധിച്ചോ. മനുഷ്യർ പിന്മാറാ, അവർ പറഞ്ഞ വാക്കിൽ നിന്ന്, വാഗ്ദത്തങ്ങളിൽ നിന്ന് മനുഷ്യർ പിന്മാറാ, എന്നാൽ എന്റെ ദൈവം അവൻ പിന്മാറില്ല. ദീർഘവർഷങ്ങളായി പ്രവചനങ്ങൾ കേട്ട്, വാഗ്ദത്തങ്ങൾ കേട്ട് പരാജയപ്പെട്ടവരുണ്ട്. വെയിറ്റ്, 2024 നിങ്ങളുടെ പ്രവചന ശബ്ദങ്ങളുടെ നിവർത്തീകരണങ്ങൾ സംഭവിക്കുമെന്ന് ഒരു നല്ല ആമേൻ പറയാം. തൻ്റെ ഇടമുണ്ടെങ്കിൽ ആമേൻ പറ. നിങ്ങളുടെ കൈയെടുത്ത് തലയിൽ വെച്ചിട്ട് പറ, എന്നോട് ദൈവം പറഞ്ഞ പ്രവചന ശബ്ദങ്ങൾ നടക്കും.
ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നടക്കും. അത് പ്രവാചകൻ പറഞ്ഞത് മാത്രമല്ല, നീ വചനത്തിൽ വായിച്ചത്, ദൈവം നിന്നോട് സംസാരിച്ചത്, പ്രസംഗത്തിൽ നീ കേട്ടത്, ദൈവത്തിന്റെ വചനം നിന്നോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നടക്കും. ഹല്ലേലൂയ. ഒരാമേൻ പറ. ഞാൻ മടങ്ങി വരികയാണ്. സ്തോത്രം. അപ്പോൾ ഈ വെളിച്ചം വന്നാൽ ഒന്ന്, നിന്റെ ചരിത്രം മാറും. വെളിച്ചം വന്നാൽ നിന്റെ ചരിത്രം മാറും. രണ്ട്, ഈ വെളിച്ചം വന്നാൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. തിരുവെഴുത്തുകൾ പറയുന്നത് നിങ്ങൾ വായിച്ചേ. മിഖ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. മിഖ 7-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. വേഗത്തിൽ വായിച്ച മീഖ 7:8. എന്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണു എങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. നല്ലൊരാമൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഞാൻ വീണു എങ്കിലും ഞാൻ പിന്നെയും എഴുന്നേൽക്കും. എന്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. എന്നെ ചൊല്ലി സന്തോഷിക്കാൻ വരട്ടെ, എന്നെ കളിയാക്കാൻ വരട്ടെ, എന്നെ പരിഹസിച്ച് തള്ളാൻ വരട്ടെ, എന്നെ വിടക്കം തണ്ടി തള്ളാൻ വരട്ടെ, എന്നെ പ്രയോജനമില്ലെന്ന് പറഞ്ഞ് എണ്ണിക്കാമി തള്ളി കളയാൻ വരട്ടെ. ഞാൻ വീണ് കിടക്കുന്ന നീ കണ്ടു കാണും. എന്നാൽ ഞാൻ വീണു എങ്കിൽ ഞാൻ പിന്നെയും എഴുന്നേൽക്കും. ഞാൻ വീണു എങ്കിൽ ഞാൻ പിന്നെയും എഴുന്നേൽക്കും. കാരണം ഇരുട്ടിൽ നിന്ന് എന്നെ എടുക്കുന്ന ഒരു വെളിച്ചം, യഹോവ എന്ന വെളിച്ചം എന്നെ തേടി വരും. ഞാൻ വീണു. ഹല്ലേലൂയ. ആരോ പറയുന്നു, പാസ്റ്ററെ, എന്റെ ജീവിതത്തിൽ ഒത്തിരി ബലഹീനതകളുണ്ടായി, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി, ഒത്തിരി കുറവുകളുണ്ടായി. എന്നാൽ ആ കുറവുകളെ സംബന്ധിച്ച് എന്നെ എല്ലാവരും തള്ളിപ്പറഞ്ഞു. ആ കുറവുകളെ പ്രതി എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി. ആ കുറവുകളെ പ്രതി എന്നെ എല്ലാവരും നിരാശപ്പെടുത്തി. ആ കുറവുകളെ പ്രതി എന്നെ എല്ലാവരും കളിയാക്കി. ആ കുറവുകളെ പ്രതി എന്നെ എല്ലാവരും ആ തകർച്ചയിലേക്ക് തള്ളിക്കളഞ്ഞു. ഹലോ, ഇന്ന് പകൽ സാത്താനോട് പിശാചേ, ചിരിക്കാൻ വരട്ടെ, കളിയാക്കാൻ വരട്ടെ, എന്റെ വീഴ്ചയെ ചൊല്ലി നീ എന്നെ തള്ളി പറയാൻ വരട്ടെ, നീ സന്തോഷിക്കട്ടെ. ഞാൻ വീണു എങ്കിലും എഴുന്നേൽക്കും. ഞാൻ വീണു എങ്കിലും എഴുന്നേൽക്കും. കാരണം യഹോവ എന്റെ വെളിച്ചം. എന്നെ എന്നേക്കുമായി ആ വീഴ്ചയിൽ കാണാൻ നിനക്ക് കഴിയില്ല. എന്നേക്കുമായി ആ പാപത്തിൽ കാണാൻ നിനക്ക് കഴിയില്ല. ഞാൻ ആ പാപത്തിൽ നിന്ന് എഴുന്നേൽക്കും. ഞാൻ ആ കുറവിൽ നിന്ന് എഴുന്നേൽക്കും. ഞാൻ ആ ബലഹീനതയിൽ നിന്ന് എഴുന്നേൽക്കും. ജീസസ്. എന്നോട് ആരോ പറയുന്നത്, പാസ്റ്റർ, I cannot wake up. എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഈ പ്രശ്നത്തിൽ നിന്ന്, ഈ കുറവിൽ നിന്ന്, ഈ ബലഹീനതയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. വെയിറ്റ്. നിനക്ക് എഴുന്നേൽക്കാൻ കഴിയും. യഹോവയാണ് നിന്റെ വെളിച്ചമെങ്കിൽ നിനക്ക് എഴുന്നേൽക്കാൻ കഴിയും. ഏത് വീഴ്ചയിൽ നിന്നോ, ഏത് പൊട്ടക്കിണറിൽ നിന്നോ, ഏത് തകർച്ചയിൽ നിന്നോ, ഏത് നിരാശയിൽ നിന്നോ ദൈവമാണ് നിന്റെ വെളിച്ചമെങ്കിൽ നിനക്കതിന് കഴിയും. നിനക്കതിന് കഴിയും. ആ കുറവിനെ വിടാൻ നിനക്ക് കഴിയും. ആ പാപത്തെ വിട്ടുകളയാൻ നിനക്ക് കഴിയും. ആ ബലഹീനതയെ വിട്ടുകളയാൻ നിനക്ക് കഴിയും. You can. ജീസസ്. എനിക്കറിയില്ല ഈ ഭാഗത്ത് പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ആ കുറവുകൾ നിന്നെ എന്നേക്കുമായി അടച്ചു കളഞ്ഞേക്കാം. പാസ്റ്റർ, I don't think I can. എനിക്ക് കയറി വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരിക്കൽ വീണുപോയി. ഞാൻ അവിടെ തന്നെ പിന്നെയും നോ. ദൈവം നിന്നെ വീഴ്ചയിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ വീഴ്ചയിൽ നിന്നെ താങ്ങാൻ ആഗ്രഹിക്കുന്നു. നീതിമാൻ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും. അവൻ 7 പ്രാവശ്യം വീണാലും അവൻ എഴുന്നേൽക്കും. അവൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. കാരണം യഹോവ അവന്റെ വെളിച്ചമാണ്. ദൈവം അവന്റെ വെളിച്ചമാണ്. ആ ഇരുട്ടിൽ നിന്ന് അവൻ പുറത്തു വരും. ആ പാപത്തിൽ നിന്ന് അവൻ പുറത്തു വരും. ആ ബലഹീനതയിൽ നിന്ന് അവൻ പുറത്തു വരും. ഈ പകൽ
പരാജയപ്പെട്ട ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? വീഴ്ചയിൽ തകർന്നു കിടക്കുന്ന ആരെങ്കിലും ആ പഴയ മിനിസ്ട്രിയിലേക്ക് എനിക്ക് കയറാൻ കഴിയില്ല, ആ പഴയ ആത്മീയ ജീവിതത്തിലേക്ക് കയറാൻ കഴിയില്ല, ആ പഴയ പ്രാർത്ഥനയിലേക്ക് കയറാൻ കഴിയില്ല, ആ പഴയ ആരാധനയിലേക്ക് കളയാൻ കഴിയില്ല എന്ന് പറയുന്ന ആരെങ്കിലും നോ, നീ തെറ്റിപ്പോയി, നിന്റെ ചിന്തകൾ തെറ്റിപ്പോയി. ദൈവം പറയുന്നു, ഞാൻ നിന്റെ വെളിച്ചമാണെങ്കിൽ ആ ഉദയം കൊണ്ട് നിന്നെ സന്ദർശിക്കുമ്പോൾ ആ വീഴ്ചയിൽ നിന്ന് നിനക്ക് എഴുന്നേൽക്കാൻ പറ്റും. യു ക്യാൻ ഡു ഇറ്റ്. നിനക്ക് ആ തകർച്ചയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റും. പഴയതിനേക്കാൾ ബലത്തോടെ, പഴയതിനേക്കാൾ ആരോഗ്യത്തോടെ, പഴയതിനേക്കാൾ ആത്മീക തീക്ഷ്ണതയോടെ, പഴയതിനേക്കാൾ ആ പ്രവചന ദൂതോടെ നിനക്ക് പിന്നെയും എഴുന്നേൽക്കാൻ കഴിയും. ഹല്ലേലൂയ. എനിക്കറിയില്ല ഈ ദൂത് പറയാനാണ് കർത്താവിനെ ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് പകൽ നിനക്ക് പഴയതിനേക്കാൾ ബലത്തോടെ എഴുന്നേൽക്കാം, പഴയതിനേക്കാൾ ശക്തിയോടെ എഴുന്നേൽക്കാം, പഴയതിനേക്കാൾ വർദ്ധിത വീര്യത്തോടെ നിനക്ക് എഴുന്നേൽക്കാൻ കഴിയും. ഒരാമേൻ പറയാം. തൻ്റെ ഇടമുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോ. ഹല്ലേലൂയ. തിരുവെഴുത്തുകൾ പറയുന്ന ശിംശോൻ ഒരു ബലഹീനത സംഭവിച്ചു. ആ ബലഹീനത സംഭവിച്ചപ്പോൾ അവൻ വീഴുമ്പോൾ ഇരുട്ടിലായിപ്പോയി, അവന്റെ കണ്ണുകൾ ഇരുട്ടായിപ്പോയി, അവന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു, അവനെ അകത്തെ ജോലിക്ക് വേണ്ടി ഏൽപ്പിച്ചു. തിരുവെഴുത്തുകൾ പറയുന്നത് അവൻ ഒരു ദിവസം ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഡാൻസ് കളിക്കാൻ ശിംശോനെ കൊണ്ടുവരുമ്പോൾ അവൻ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഒരിക്കലായിട്ടെങ്കിലും എൻ്റെ ശക്തിയെ നീ മടക്കി തരണം. ഒരിക്കലായിട്ടെങ്കിലും, കേൾക്കണേ, ഒരിക്കലായിട്ടെങ്കിലും. ആ വീണ് കിടന്നവൻ ആ വെളിച്ചത്തിലേക്ക് നോക്കിയപ്പോൾ, ഒരാമേൻ പറ, ആ വീണ് കിടന്നവൻ വെളിച്ചത്തിലേക്ക് നോക്കിയപ്പോൾ തിരുവെഴുത്തുകൾ പറയുന്നത് അവൻ മരിച്ചപ്പോൾ കൊന്നവർ അവൻ ജീവിച്ചിരുന്നവരെക്കാൾ കൊന്നവരെക്കാൾ അധികമായിരുന്നു. പഴയതിലും വർദ്ധിത വീര്യത്തോടെ അവന്റെ ശക്തിയെ മടക്കി നൽകാൻ ദൈവത്തിന് കൃപയുണ്ടായെങ്കിൽ ഇന്ന് പകൽ നിന്റെ വീഴ്ചയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ അവന് കഴിയും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ആത്മീക വർധനയ്ക്കായി ഒരു കാര്യം കൂടെ മുമ്പോട്ട് പറഞ്ഞു പോകാം. സംഖ്യാപുസ്തകത്തിന്റെ 12-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഇപ്പോൾ വായിക്കുന്നത് കുറിച്ചെടുക്കുന്നത് കുറിച്ചിടാം. സംഖ്യാപുസ്തകത്തിന്റെ 12-ാം അധ്യായം തിരുവെഴുത്തുകൾ പറയുന്നു, മോശ ഒരു കൂശ്യ സ്ത്രീ വിവാഹം കഴിച്ചിരുന്നത് കൊണ്ട് അഹരോനും മിര്യാമും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. നിങ്ങൾക്ക് ആ ഭാഗം അറിയാമായിരിക്കും, എന്നെ വളരെ ശ്രദ്ധയോടെ കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിസ്സാകും. കേൾക്കണേ. മോശ ഒരു കൂശ്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ വിജാതീയായ ഒരു സ്ത്രീയെ മോശ വിവാഹം കഴിച്ചു. മോശ മുഖാന്തരമാണ് ദൈവം ന്യായപ്രമാണം നൽകിയത്. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നല്ലാതെ വിജാതീയായ ഒരു സ്ത്രീ വിവാഹം കഴിക്കരുത് എന്ന് മോശ മുഖാന്തരം നൽകപ്പെട്ട കൽപ്പന മോശ തന്നെ ലംഘിച്ചു. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? മോശ പറഞ്ഞ കൽപ്പന മോശ തന്നെ ലംഘിച്ചു. അവൻ കൂശ്യയായ യഹൂദ സ്ത്രീ അല്ലാത്ത ഒരു സ്ത്രീ വിവാഹം കഴിച്ചു, കൽപ്പന ലംഘിച്ചു. അതുകൊണ്ട് അഹരോനും മിര്യാമും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. അവർ പറഞ്ഞു, മോശേ നിന്റെ പരിപാടി ഇതോടെ അവസാനിക്കുകയാണ്. നമുക്കറിയത്തില്ലേ, ഈ നല്ല ശക്തമായി മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വീഴ്ചയെ കാണാൻ, ഒരു ചെറുത് കാണാൻ വേണ്ടി ആൾക്കാർ സന്തോഷിച്ചുകൊണ്ടിരിക്കും, അല്ലേ? ഹലോ, ശരിയാണോ? ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഈ ശക്തമായി ഉപയോഗിക്കപ്പെടുകയോ അല്ലെങ്കിൽ നന്നായി അനുഗ്രഹിക്കപ്പെടുകയോ ചെയ്ത് അതല്ലേ നിങ്ങളൊരു വീട് വെക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അറിയാതെ ഇടത്തും വലത്തും പ്രശ്നം വന്നിട്ടില്ലേ? ഇവിടെ ആരുമില്ലേ? വീട് വെച്ച് ആരുമില്ലേ? ഉണ്ടോ? വീട് വെച്ചാൽ നിങ്ങൾ വീട് വെക്കാൻ തുടങ്ങിയിട്ട് അപ്പറഞ്ഞാൽ മതി. വീട് വെക്കാൻ തുടങ്ങുമ്പോൾ ഒന്നുകിൽ വലത്ത് അല്ലെങ്കിൽ എടുത്ത് ആരെയും പ്രശ്നം. എന്താ കാര്യം? ഒരുത്ത നന്മയുണ്ടായി എന്ന് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രശ്നം വരും. ഹലോ, മോശ ദൈവ ശക്തമായി ഉപയോഗിക്കപ്പെടുമ്പോൾ, അതിശക്തനായൊരു പ്രവാചകനായി മോശ അറിയപ്പെടുമ്പോൾ, മോശയുടെ ജീവിതത്തിൽ ഒരു ചെറിയ ബലഹീനത വന്നപ്പോൾ നിശ്ചയമായ തെറ്റ് തന്നെയായിരുന്നു, അത് ബലഹീനത തന്നെയായിരുന്നു. അവൻ കൂശ്യ സ്ത്രീ വിവാഹം കഴിച്ചു. എന്നാൽ ഇത് കണ്ട ഉടനെ മോശയുടെ കുടുംബത്തിന്റെ അകത്ത് തന്നെ പ്രശ്നം തുടങ്ങി. ഹലോ, കൂടെയുണ്ടോ? അവനെതിരെ നിന്നത് പുറത്തുള്ള ആൾക്കാരായിരുന്നില്ല. അവന് വിരോധമായി സംസാരിച്ചത് അവന്റെ കുടുംബത്തിനകത്ത് അവന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവർ തന്നെ മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. ഇനി എന്നെ കേൾക്കണം. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മോശയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ തലകുനിഞ്ഞ് നിൽക്കുകയാണ്. എൻ്റെ ചിന്തയിൽ ആ വാക്കിന്റെ മുൻപിൽ ഇസ്രായേൽ ജനത മുഴുവനും മോശയ്ക്ക് വിരോധമായി സംസാരിക്കുമ്പോൾ ആ വാക്കിന്റെ മുമ്പിൽ ഇതാ മോശ തല കുനിച്ചു നിൽക്കുന്നു. അവൻ അറിയാം, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, ഞാൻ കുറവുള്ളവനായിരിക്കുന്നു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു പാപം ഞാൻ ചെയ്തിരിക്കുന്നു. ആ പാപത്തിന് മുമ്പിൽ അവനെ തന്നെ തലകുനിച്ച് ഒന്നും സംസാരിക്കാൻ കഴിയാതെ എൻ്റെ മിനിസ്ട്രി അവസാനിച്ചു, എൻ്റെ ശുശ്രൂഷ ഇതോടെ അവസാനിക്കും എന്ന ചിന്തയോടെ മോശ
തല കുനിഞ്ഞു നിൽക്കുമ്പോൾ തിരുവെഴുത്തുകൾ പറയുന്നു, ഉയരത്തിൽ നിന്ന് ഒരുവൻ അത് കണ്ടു. ഉയരത്തിലെ ആ വെളിച്ചം അത് കണ്ടു. മോശയുടെ തല കുനിഞ്ഞു നിൽക്കുന്നത് ഉയരത്തിലെ വെളിച്ചമായ യഹോവ കണ്ടു. ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ? തിരുവെഴുത്തിൽ പറയുന്ന യഹോവയാണ് എന്റെ വെളിച്ചം. ആ വെളിച്ചം ഉയരത്തിൽ നിന്ന് ഇതാ മോശ തല കുനിഞ്ഞു നിൽക്കുന്നത് തകർന്ന് തരിപ്പണമായി. ഇനി അവൻ എഴുന്നേൽക്കാൻ കഴിയുന്നില്ല എന്ന് എന്നേക്കുമായി വീഴ്ചയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ മനുഷ്യർക്ക് ദൈവം പറഞ്ഞു, ആരാ അവിടെ? ആമേൻ, സ്തോത്രം. അഹരോൻ പറഞ്ഞു, കർത്താവേ, ഞാനും മിര്യാമും. ഇതാ കണ്ടോ, മോശ തെറ്റ് ചെയ്തിരിക്കുന്നു. ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, സമാഗമന കൂടാരത്തിന് മുമ്പിലോട്ട് വരാൻ പറഞ്ഞു. കേൾക്കണേ, നിങ്ങൾ ആ 12-ാമത്തെ വീട്ടിൽ പോയി ശ്രദ്ധയോടെ വായിക്കണം. ദൈവം പറഞ്ഞതനുസരിച്ച് മോശയും അഹരോനും സ്തോത്രം മിര്യാമും സമാഗമന കൂടാരത്തിന്റെ മുൻപിൽ വന്നു. മോശ വന്നു നിന്നപ്പോൾ തിരുവെഴുത്ത് പറയുന്നു, ആ സമാഗമന കൂടാരത്തിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് സംസാരിച്ചത് മോശയോടല്ല, സംസാരിച്ചത് അഹരോനോടായിരുന്നു, മിര്യാമിനോടായിരുന്നു. ദൈവം പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ഭൂമിയിലെ ഏത് മനുഷ്യരോടും എനിക്ക് സംസാരിക്കണമെങ്കിൽ ഞാൻ അവരുടെ ദർശനങ്ങളോടും അല്ലെങ്കിൽ വെളിപ്പാടിലും സംസാരിക്കും. എന്നാൽ എൻ്റെ ദാസനായ മോശയോട് ഞാൻ സംസാരിച്ചത് ദർശനങ്ങളായിട്ടല്ല, ഫേസ് ടു ഫേസ്, മുഖാമുഖമായി ഞാൻ അവരോട് സംസാരിച്ചു എന്ന് നിങ്ങൾക്കറിയില്ലേ? ഒരു മനുഷ്യനും മോശയ്ക്ക് അനുകൂലമായി വാദിക്കാനില്ലാതിരിക്കുമ്പോൾ ഇതാ ഉയരത്തിൽ നിന്ന് ആ വെളിച്ചം ഇറങ്ങിവെന്ന് പറയുന്നു, അവൻ എന്റെ ദാസൻ, അവൻ എനിക്ക് പ്രിയപ്പെട്ടവൻ, അവന് വിരോധമായി സംസാരിക്കാൻ. കരമുയർത്തി വരാമേ പറ. ഞാൻ വെളിപ്പാട് നൽകുകയാണ്, നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. ഒരാമേൻ പറയാൻ പറ്റുമോ? നീ ദൈവത്തിന് പ്രിയപ്പെട്ടവളാണ്. നിങ്ങൾ ഇന്ന് ചെയ്ത ബലഹീനതകളോ ഇന്നലെ ചരിത്രമോ ഒന്നും എനിക്കറിയില്ല. എന്നാൽ ദൈവം പറഞ്ഞു, യു ആർ സ്പെഷ്യൽ. നീ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. നീ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണെങ്കിൽ ഏത് വീഴ്ചയിൽ നിന്ന് നിനക്ക് കയറി വരാൻ, ഏത് പാപത്തിൽ നിന്ന്, ഏത് നിരാശയിൽ നിന്ന് നിനക്ക് കയറി വരാൻ അവന്റെ വെളിച്ചം നിന്റെ മേൽ ഉദിച്ചിരിക്കുകയോ. അവന് വേണ്ടി വാദിക്കാൻ ഒരു അഡ്വക്കേറ്റ് ഉണ്ടായില്ല. കാരണം പുറവ് മോശയുടെ ഭാഗത്താണ്. അവർക്കറിയാം, ആര് വാദിച്ചാലും മോശയെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ആര് വാദിച്ചാലും വാദിക്കുന്ന ദൈവത്തിനെതിരെയായതുകൊണ്ട്, കൽപ്പനകൾക്കെതിരെയായതുകൊണ്ട് അവൻ മോശയെ വിടുവിപ്പാൻ ആർക്കും കഴിയില്ല എന്ന് അവർ അറിഞ്ഞിരിക്കുമ്പോൾ തിരുവെഴുത്തുകൾ പറയുന്നത്, ഇതാ മോശയ്ക്ക് വേണ്ടി വാദിക്കാം സാക്ഷാൽ ദൈവം, അവൻ സാക്ഷാൽ വെളിച്ചമായവൻ ആ സമാഗമന കൂടാരത്തിൽ മഹത്വമായി ഇറങ്ങി എന്ന് പറയുന്നു. അവന് വിരോധമായി സംസാരിക്കാൻ നിങ്ങൾ ശങ്കിക്കാത്തതെന്ത്? സഹോദരി, സഹോദര, നിനക്ക് വേണ്ടി ആരും വാദിക്കാനില്ലല്ലേ? നിനക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കാൻ ആരുമില്ലല്ലേ? അഭിഷിക്തനെ, നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി സംസാരിക്കാൻ ആരുമില്ലല്ലേ? വെയിറ്റ്, ഭാരപ്പെടേണ്ട. ആ ഉദയം കൊണ്ട് നമ്മെ സന്ദർശിച്ചവൻ ആ ഉദയമായി ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി വാദിക്കാൻ പോകുകയാണ്. ആ വെളിച്ചമായി ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി വാദിക്കാൻ പോകുകയാണ്. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആർപ്പിട്ട് ആ ദൈവത്തെ ആരാധിച്ചോ. യേശുവിന്റെ നാമത്തിൽ വചനം പറയുന്നത്, ദൈവം അവനോട്, നമ്മൾ ചിന്തിക്കും ദൈവം പറയുന്നത്, മോനെ നീ ഒരു തെറ്റ് ചെയ്തല്ലേ, കുഴപ്പമില്ല, ഞാൻ നിന്നോട് ക്ഷമിക്കാം എന്ന് പറയുമെന്നായിരിക്കും. പക്ഷെ അങ്ങനല്ല ദൈവം പറഞ്ഞത്. അവൻ ചെയ്ത കുറവിനെ അവൻ്റെ കൃപയാൽ ദൈവം മറച്ചു പിടിക്കുകയാണ്. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? എന്ന് പറഞ്ഞാൽ മോശേ, അതിൻ്റെ അർത്ഥം ഞാൻ മറച്ചു പിടിക്കുന്നു, ഇനി ആവർത്തിക്കരുതെന്നാണ്. ഹലോ, ഞാനതിനെ മറച്ചു പിടിക്കുന്നു, പക്ഷെ ഇനി ആവർത്തിക്കരുത്, ഇനി ആവർത്തിക്കരുത്, ഇനി ആവർത്തിക്കരുത്. ആ കുറവിന് ദൈവം മറച്ചു പിടിച്ചിട്ട് അവൻ മോശയ്ക്ക് അനുകൂലമായി ദൈവം സംസാരിക്കുകയാണ്. മോശേ, ആമി സ്തോത്രം, ഹല്ലേലൂയ. അഹരോനെ, മോശയ്ക്ക് വിരോധമായി സംസാരിക്കാൻ നീ ശങ്കിക്കാത്തത് എന്ത്? തിരുവെഴുത്തുകൾ പറയുന്നു, എന്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി നീ സന്തോഷിക്കേണ്ട, ഞാൻ വീണാലും പിന്നെയും എഴുന്നേൽക്കും,
ഞാൻ വീണ് കിടക്കുന്നു എങ്കിലും ഞാൻ എഴുന്നേൽക്കും. യഹോവ എന്റെ വെളിച്ചമായിരിക്കുക, അവൻ ഉദയം കൊണ്ട് എന്നെ സന്ദർശിച്ചിരിക്കുക, ഞാൻ പിന്നായി എഴുന്നേൽക്കും. സമയത്തിന് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ പഴയ നിയമത്തിൽ നിന്ന് ഈ പ്രൊഫസിക്ക് ആധാരമായ ഒരു കാര്യം മാത്രം സംസാരിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എന്തുകൊണ്ടാണ് സെഖര്യാവ് ഈ പ്രവചനം പറയാൻ കാര്യം? ഉയരത്തിൽ നിന്നും ഒരു ഉദയം വരുമെന്ന് സെഖര്യാവ് പ്രവചിക്കാൻ കാര്യം എന്താണ്? ആ പ്രവചന ശബ്ദങ്ങൾ പഴയ നിയമത്തിലെ അവൻ്റെ സംഭവിക്കപ്പെട്ട സംഭവബഹുലമായ ചരിത്രങ്ങളിൽ ഒന്നാണ്. അതിലൊന്ന് നിങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം 39, 40, 41, 42 അധ്യായങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അവിടെ ഒരു മനുഷ്യനെ കാണാം, അവൻ്റെ പേര് യോസഫ് എന്നാണ്. എന്റെ കൂടെ ഉണ്ടോ? അവന്റെ പേര് യോസഫ് എന്നാണ്. ദീർഘമായ 13 വർഷങ്ങൾ കാരാഗ്രഹത്തിനകത്ത് അകപ്പെട്ടു പോയവൻ. അവൻ ഒരു തെറ്റും ചെയ്യാതെ, ഒരു കുറവുകളും ചെയ്യാതെ, ഒരു സ്വപ്നം കണ്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് ദീർഘമായ 13 വർഷങ്ങൾ ആ കാരാഗ്രഹത്തിനകത്ത് അവൻ അകപ്പെട്ടു. ഓരോ വർഷങ്ങൾ കഴിയും തോറും യോസഫിന് പ്രതീക്ഷയുണ്ട്. അടുത്ത വർഷം ശരിയാകും, അടുത്ത വർഷം എൻ്റെ വെളിച്ചം വരും, അടുത്ത വർഷം ഉദയം വരും, അടുത്ത വർഷം ഞാൻ രക്ഷപ്പെടും, അടുത്ത വർഷം സ്വപ്നം എനിക്ക് വേണ്ടി പിന്നെയും പുറപ്പെട്ടു വരും. അങ്ങനെ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും അവൻ പ്രതീക്ഷിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. ദീർഘമായ 13 വർഷങ്ങൾ ആ മനുഷ്യൻ കാരാഗ്രഹത്തിന്റെ അകത്ത് പെട്ടുപോയി. 39 വാക്യം നിങ്ങൾ 39 അധ്യായം മുതൽ വായിക്കുന്ന വചനം പറയുന്നത് അവനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി എന്നാണ്. അങ്ങനെ ദീർഘമായ 13 വർഷങ്ങൾ അവൻ ആ കാരാഗ്രഹത്തിനകത്ത് അവനെ തന്നെ ഒതുക്കി കഴിയേണ്ടി വന്നു. യോസഫിന് പ്രതീക്ഷയുണ്ടായിരുന്നു നടക്കുമെന്ന്, പ്രതീക്ഷയുണ്ടായിരുന്നു സാധ്യമാകുമെന്ന്, പ്രതീക്ഷയുണ്ടായിരുന്നു ഒരു വെളിച്ചം വരുമെന്ന്, പ്രതീക്ഷയുണ്ടായിരുന്നു ഈ കാരാഗ്രഹത്തിന്റെ വാതിൽ എനിക്ക് വേണ്ടി തുറക്കുമെന്ന്. എന്നാൽ അവന് വേണ്ടി ആരും അത് തുറന്നു കൊടുത്തില്ല. ഇനി ശ്രദ്ധിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവന്റെ കാരാഗ്രഹത്തിൽ 2 പേർ വന്നു. ഫറവോന്റെ അപ്പക്കാരനും ഫറവോന്റെ പാനപാത്രവാഹനും. അങ്ങനെ 3 പേരും ചേർന്ന് ആ കാരാഗ്രഹത്തിൽ ഇങ്ങനെ വിഷമത്തോടെ കഴിയുമ്പോൾ ഒരു രാത്രിയിൽ ഈ 2 പേരും 2 സ്വപ്നങ്ങളെ കാണുകയാണ്. കേൾക്കണേ, ഇവ 2 സ്വപ്നങ്ങളെ കണ്ടിട്ട് പിറ്റേന്ന് പ്രഭാതത്തിൽ പറയുന്നു, ഞാനൊരു സ്വപ്നം കണ്ടു. മറ്റവൻ പറഞ്ഞു, ഞാനും ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം വന്ന് കേട്ടപ്പം ഇവൻ ചാടി വീണു. ഹലോ, എന്നെ കൂടെ ഉണ്ടോ? സ്വപ്നം വന്ന് കേട്ടപ്പം യോസഫ് ചാടി. അത് അവന്റെ ഏരിയയാണ്. സ്വപ്നം കാരണം ഒരു സ്വപ്നമാണ് അവനെ കാരാഗ്രഹത്തിനകത്ത് കയറ്റിയത്. അതുകൊണ്ട് അവനറിയാം ഈ സ്വപ്നം വന്നത് എൻ്റെ ഗ്രേസ് ആണ്, എൻ്റെ കൃപയാണ്. സ്വപ്നം വന്ന് കേട്ടപ്പോൾ യോസഫ് ചാടി. അവൻ ചോദിച്ചു, എന്നാ സ്വപ്നമാണ് കണ്ടത്? ഒരുവൻ സ്വപ്നം പറഞ്ഞു, മറ്റവന് സ്വപ്നം അവൻ പറഞ്ഞു. 2 സ്വപ്നവും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവന്റെ അകത്ത് വെളിപ്പെട്ട കൃപയാ അവൻ ആ സ്വപ്നം വ്യാഖ്യാനിച്ചു. ഹലോ, എന്റെ കൂടെ ഉണ്ടോ? അവൻ കിടക്കുന്നത് കാരാഗ്രഹത്തിനകത്താണെങ്കിലും അകത്ത് ദൈവത്തിന്റെ ശക്തി കത്തിക്കൊണ്ടിരുന്നു. കേട്ടില്ല? അവൻ കിടക്കുന്നത് അന്ധകാരത്തിനകത്താണെങ്കിലും അവന്റെ ഉള്ളത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ അഗ്നി കത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിരാശയിൽ കിടക്കുമ്പോഴും ദൈവത്തിന്റെ മഹത്വത്തെ ചുമക്കുന്ന, ദൈവത്തിന്റെ ഗ്ലോറിയെ ചുമക്കുന്ന അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമടിച്ച് ഇന്ന് സന്തോഷത്തോടെ അവൻ ആരാധിച്ചു. ഞാൻ തകർന്നു കിടക്കുന്നത്, പക്ഷേ ആ ഗ്ലോറിയെ ഞാൻ വിട്ടിട്ടില്ല. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ ഞാൻ വിട്ടിട്ടില്ല. ആ ദൈവ മഹത്വം എന്റെ ഉള്ളിൽ നിന്ന് വീണുപോയിട്ടില്ല. ഹലോ, കരമുയർത്തി വരുന്ന നല്ല ഹല്ലേലൂയ പറ. നിന്റെ അകത്ത് അണയാത്ത അഗ്നി ഉണ്ടെങ്കിൽ ആ തീ നിന്നെ പുറത്തെടുക്കും. രാമൻ പറഞ്ഞേ, അടുത്തിരിക്കുന്ന ശേഖരടുത്ത് പറഞ്ഞേ, ആ തീ നിങ്ങളെ പുറത്തെടുക്കും. നിങ്ങളുടെ അകത്തുള്ള തീ ശേഖരടുത്ത് പറയും, നിങ്ങളുടെ അകത്തുള്ള തീ നിങ്ങളെ പുറത്തെടുക്കും. നിങ്ങളുടെ അകത്തുള്ള തീ നിങ്ങളെ പുറത്തെടുക്കും. കേൾക്കണേ, നമ്മളെ മെസ്സേജിന്റെ അവസാന ഭാഗത്തോ കയറുകയാണ്. ഇവൻ ആ തീയുമായി അവന്റെ അകത്ത് ആ അഗ്നിയുമായി കയറി ചെല്ലുകയാണ്. ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സ്വപ്നം അവൻ വ്യാഖ്യാനിച്ചു. അവൻ പറഞ്ഞു, അപ്പക്കാര, നിന്റെ ജീവിതം തീർന്നു. അവൻ ഫറവോൻ നിന്നെ കൊല്ലാൻ പോകുകയാണ്. അതുകൊണ്ട് ഞാൻ നീ ഇനി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, കാരണം നീ അവസാനിക്കും. പാനപാത്രം എന്ന് പറഞ്ഞു, നീ പിന്നെയും രാജകൊട്ടാരത്തിൽ അകത്തോട്ട് കയറി. ഇനി കേൾക്കണേ, അടുത്ത സെന്റൻസ്, നീ ശുഭമായിരിക്കുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണം. കേട്ടോ കേട്ടോ, നീ ശുഭമായിരിക്കുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണം. ഇതേ പ്രാർത്ഥനയാണ് അവൻ യേശു കർത്താവ് ക്രൂശിക്കപ്പെടുമ്പം കള്ളൻ വലതുഭാഗത്ത് പറയുന്നത്. എന്താ പറഞ്ഞത്? കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ, ലൂക്കോസ് 23 നിങ്ങൾ വായിച്ചാൽ മതി. നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെയും കൂടെ. സെയിം പ്രാർത്ഥന. എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക് ഒറ്റ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. യോസഫ് പ്രാർത്ഥിച്ചത് ഒരു മനുഷ്യനോടായിരുന്നു, എന്നാൽ ഈ കള്ളൻ പ്രാർത്ഥിച്ചത് വചനം ജഡമായി വന്ന സാക്ഷാൽ ദൈവപുത്രനോടായിരുന്നു.
മനുഷ്യനോട് പറഞ്ഞത് അവൻ മറന്നു എന്ന ദൈവത്തോട് പറഞ്ഞത് അടുത്ത സെക്കൻഡിൽ ആ നിവർത്തിക്കപ്പെടുകയോ. നമ്മുടെ പ്രശ്നം നമ്മൾ പറയുന്നത് മുഴുവൻ മനുഷ്യരോടാണ്. ഹലോ, എന്റെ കൂടെ ഉണ്ടോ? രണ്ട് കരങ്ങൾ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. രണ്ട് കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേ. നമ്മൾ മുഴുവൻ പ്രശ്നങ്ങളും പറയുന്നത് മനുഷ്യരോടാണ്. കർത്താവേ, ആമേ, സ്തോത്രം. എൻ്റെ പൊന്നു സഹോദര, ഇന്ന പ്രശ്നം, ഇന്ന തലവേദന, ഇന്ന ബുദ്ധിമുട്ട്, ഇന്ന പ്രശ്നം. എന്നാൽ നീ മനുഷ്യനോട് പറയുന്ന ആ സമയം നിന്റെ അപ്പനോട് പറയാൻ തയ്യാറായ ആ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാകും. ഒരാമയും പറഞ്ഞില്ല. യോസഫ് പാനപാത്രവാഹനോട് പറഞ്ഞു, എന്നാൽ പാനപാത്രവാഹൻ മനഃപൂർവ്വം അതിനെ മറന്നു. എന്നാൽ കള്ളൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ യേശു പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ, ഞാൻ നാളേക്ക് അതിനെ മാറ്റി വെക്കുന്നില്ല, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ. അതിന്റെ ആശയമല്ല, ഞാൻ ആ ഭാഗം വിടുകയാണ്. പാനപാത്രവാഹനം അത് മറന്നു. 2 വർഷങ്ങളിലൂടെ കടന്നു. കേൾക്കണേ, 2 വർഷങ്ങളിലൂടെ കഴിഞ്ഞു പോയി. ഇവൻ തകർന്ന് ഇവന്റെ പ്രതീക്ഷകൾ ഏകദേശം അസ്തമിച്ചു തുടങ്ങുന്നു. യോസഫിന്റെ പ്രതീക്ഷകൾ ഏകദേശം അവസാനിക്കുകയാണ്. എല്ലാ ദിവസവും യോസഫിന്റെ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കപ്പെടും. കേൾക്കണേ, എല്ലാ ദിവസവും യോസഫിന്റെ കാരാഗ്രഹത്തിനകത്തേക്ക് ഒരു വെളിച്ചം വരും, അവന് ഭക്ഷണം കൊടുക്കാൻ, അല്ലെങ്കിൽ അവന് പ്രാഥമിക കാര്യങ്ങൾ കൊണ്ടുപോകാൻ. എല്ലാ ദിവസവും യോസഫിന്റെ കാരാഗ്രഹം തുറക്കപ്പെടും. എന്നാൽ ആ വെളിച്ചം ചില സെക്കൻഡുകൾ കഴിയുമ്പോൾ അവസാനിക്കും. അങ്ങനെ എല്ലാ പ്രഭാതത്തിലും ആ വെളിച്ചം കണ്ടു. നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ പ്രകാശം കണ്ടു തുടങ്ങി, എന്നാൽ വളരെ പെട്ടെന്ന് അവസാനിച്ച് എത്രയോ നാളുകളുണ്ട്. ശരിയല്ല ഞാൻ പറഞ്ഞത്? ഇത് സംഭവിക്കുമെന്ന് തോന്നിച്ചിട്ട് അത് അടഞ്ഞുപോയി എത്രയോ വാതിലുകളുണ്ട്. ഇങ്ങനെ എല്ലാ ദിവസവും യോസഫിന്റെ കാരാഗ്രഹം തുറക്കും. എന്നാൽ ചില സെക്കൻഡുകൾ കഴിയുമ്പോൾ ആ കാരാഗ്രഹത്തിൽ വരുന്ന വെളിച്ചം എന്നേക്കുമായി അണയും. അങ്ങനെ അവന്റെ ദിവസങ്ങൾ തളഞ്ഞിരിക്കുമ്പോൾ ഒരു ദിവസം പതിവില്ലാത്ത സമയത്ത് ആ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുകയാണ്. എന്നെ കേട്ടിരിക്കണം. ഒരു ദിവസം പതിവില്ലാത്ത സമയത്ത് ആ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. ഒരു വെളിച്ചം അവന്റെ നേരെ വന്നു. ആ വെളിച്ചം അവന്റെ മുഖത്തേക്ക് അടിക്കുമ്പോൾ യോസഫിന് അറിയില്ലായിരുന്നു എന്നേക്കുമായി ആ ഇരുട്ടിൽ നിന്ന് അവനെ കരകയറ്റുവാനുള്ള ഉദയമായിരുന്നു അവിടെ വരുന്നത് എന്ന്. വെയിറ്റ് ചെയ്ത് കാത്ത് തളർന്നവരുണ്ടോ? ഇന്ന് പകൽ എന്നേക്കുമായി ആ ഇരുട്ടിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുന്ന ഒരു വെളിച്ചം വരുന്നു, ഒരു ഉദയം വരുന്നു. കരുണയാൽ ഉയരത്തിൽ നിന്ന് ഒരു ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. കരമടിച്ച് ഇന്ന് മകൾ ലോങ് ടൈം വെയിറ്റിംഗ് അവസാനിക്കുന്നു. ദീർഘനാളുകളായുള്ള കാത്തിരിപ്പുകൾ അവസാനിക്കുന്നു. ദീർഘനാളുകളായുള്ള വെയിറ്റിംഗ് പീരീഡുകൾ അവസാനിക്കുന്നു. ഇതാരോട് പ്രവചിക്കാൻ കർത്താവിനോട് പറയുന്നു? ദീർഘനാളുകളായുള്ള നിന്റെ ലോങ് ടൈം വെയിറ്റിംഗ്സ്, മാസങ്ങളായി നീ കാത്തിരുന്ന ആ നാളുകൾ അവസാനിക്കുകയാണ്. ആ ഇരുട്ടിന്റെ നാളുകൾ അവസാനിക്കുന്നു. ആ തകർച്ചയുടെ നാളുകൾ അവസാനിക്കുന്നു. ആ പരാജയത്തിന്റെ നാളുകൾ അവസാനിക്കുന്നു. ആ ഡ്രൈനസിന്റെ നാളുകൾ അവസാനിപ്പിക്കുന്നു. ആ മിനിസ്ട്രിയുടെ ഉടച്ചിലുള്ള നാളുകൾ അവസാനിക്കുന്നു. ഇന്ന് പകൽ ദൈവം പറയുന്നു, വെളിച്ചം വരാൻ സമയമായി. 2024 ആ ഉദയം നിന്നെ തേടി വരാൻ സമയമായി. Glory to Jesus. യോസഫിന് അറിയില്ലായിരുന്നു ആ വെളിച്ചം എന്നേക്കുമായി അവനെ പുറത്തെടുക്കുന്ന വെളിച്ചമായിരുന്നു എന്ന്. ആ വെളിച്ചം വന്നപ്പോൾ യോസഫ് കണ്ടു, ഒരു വ്യക്തി വന്നു. അവനോട് പറഞ്ഞു, നിന്നെ ഫറവോൻ വിളിക്കുന്നു. ഇനി കേൾക്കണേ, സാധാരണയായി ഫറവോൻ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഒറ്റ കാര്യത്തിനാണ്. ഒരു തടവുകാരനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ മരിക്കാൻ സമയമായി എന്നാണ്. എൻ്റെ കൂടെ ഉണ്ടോ? ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? അവൻ മരിക്കാൻ സമയമായി എന്ന് പറഞ്ഞാൽ വിചാരണ ചെയ്യും, വലിയ താമസമില്ലാതെ മരിക്കും. എന്നാൽ യോസഫിനോട് പറഞ്ഞു, നിന്നെ അവൻ ഫറവോൻ വിളിക്കുന്നു. അടുത്ത യോസഫ് ചോദിച്ചാണ്, എന്തിനാ വിളിക്കുന്നത്? അവൻ പറഞ്ഞു, അവൻ ഫറവോൻ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. ഹലോ, കൂടെ ഉണ്ടോ? ഫറവോൻ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. അതിനെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, he shaved himself. അവനെ തന്നെ ഷേവ് ചെയ്ത് വൃത്തിയാക്കി.
ഹലോ, ആരെ പറഞ്ഞു? യോസഫ്, നിനക്കറിയില്ലേ ഫറവോൻ വിളിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം കൊല്ലാനെന്നാണ്. ഹലോ, നീ പിന്നെ എന്നാത്തിന് നിന്നെ തന്നെ ഷേവ് ചെയ്ത് വൃത്തിയാക്കുന്നത്? ആമേൻ, സ്തോത്രം. യോസഫ് പറയും, ഹലോ, ഫറവോൻ സ്വപ്നം കണ്ടിരിക്കുന്നുവെങ്കിൽ അത് വെറും സ്വപ്നമല്ല, എന്റെ വാതിലാണ്. അത് വെറും സ്വപ്നമല്ല. ഫറവോൻ സ്വപ്നം കണ്ടിരിക്കുന്നു, അത് വെറും സ്വപ്നമല്ല, എന്നെ എന്നേക്കുമായി ഈ ഇരുട്ടിൽ നിന്ന് പുറത്തെടുക്കുന്ന വാതിലാ. നിന്റെ വാതിൽ പുറത്തു വരാൻ സമയമായി. നിന്റെ വാതിൽ തുറക്കാൻ സമയമായി. നിന്റെ വാതിൽ തുറക്കാൻ സമയമായി. വിശ്വാസമുള്ളവരെ കരമടിച്ച് ഇതൊരു നല്ല ആമേൻ പറഞ്ഞു. നിന്റെ വാതിൽ തുറക്കാം. നിന്റെ വാതിൽ തുറക്കാൻ. പോരല്ലോ. നല്ലവണ്ണം കരമടിച്ച് ആ ഇരുട്ടറയിൽ നിന്ന് നിന്റെ എന്നേക്കുമായി പുറത്തെടുക്കുന്ന ആ വാതിൽ വരാൻ സമയമായെന്ന്. ആ വാതിൽ തുറക്കാൻ ഇത് വെറും സ്വപ്നമല്ല. ഞാൻ കാത്തിരുന്ന എന്റെ വാതിലാണ്. ഞാൻ കാത്തിരുന്ന എന്റെ ഉത്തരവാണ്. ആത്മാപ്രവചിച്ചു പറയുന്നു, നിന്റെ വാതിൽ തുറക്കുകയാണ്. അടഞ്ഞു കിടന്ന നിന്റെ ഇരുട്ടറയിൽ അടച്ചു കളഞ്ഞ ആ വാതിൽ തുറക്കുകയോ. ശക്തമായി കരമടിച്ചവനെ ആരാധിച്ചോ. ശക്തമായി കരമടിച്ച് ദൂതനകത്ത് കയറിക്കോ. ഇതിനകത്തോട്ട് കയറിക്കോ. ഇനി ഇരുളുകളില്ല. ഇനി ആ തകർച്ചയില്ല. ഇനി ആ പരാജയമില്ല. ഇനി ആ തളർച്ചയില്ല. നിന്റെ വാതിൽ അന്യഭാഷയിൽ അവൻ ആരാധിച്ചോ. ശത്രുവിന്റെ ഇന്നലെ വരെ അടച്ച വാതിലുകൾ ദൈവം തുറക്കുകയാണ്. ദൈവത്തിനെ തുറക്കുകയാണ്. ആ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ഇപ്പോൾ വെളിപ്പെട്ട് വരുന്ന ദൈവശക്തിയാണ്. ചരിത്രങ്ങൾ മാറ്റുന്ന ഒരു വാതിൽ, ചരിത്രങ്ങൾ മാറ്റുന്ന ഒരു വെളിച്ചം, പരാജയങ്ങൾ മാറ്റുന്ന ഉദയം യേശുവിന്റെ നാമത്തിൽ അവൻ അവനെ തന്നെ വൃത്തിയാക്കി. ഇതാ ആ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങി. അവൻ ആ കാരാഗ്രഹത്തെ തിരിഞ്ഞു നോക്കി കാണും. 13 വർഷങ്ങൾ എന്നെ അടച്ച കാരാഗ്രഹം, ഗുഡ് ബൈ, ഇനി ഞാൻ ഇതിനകത്തേക്ക് വരില്ല. അവൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവൻ ആ കാരാഗ്രഹത്തിന് പുറത്തിറങ്ങി. അവൻ ആ വ്യക്തികളോടൊപ്പം ഫറവോന്റെ കൊട്ടാരത്തിൽ പ്രവേശിക്കുകയാണ്. ഈ ഫറവോന്റെ കൊട്ടാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിനകത്ത് കയറുന്നവർ, രാജാവല്ലാത്തവർ തല ഉയർത്തി കയറില്ല. ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ? അവൻ തല ഉയർത്തി കയറിയാൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അത് നിയമമാണ്. അവർ തല താഴ്ത്തി പോകണം. എന്നാൽ ആദ്യമായി ഒരു മനുഷ്യൻ ആ രാജകൊട്ടാരത്തിനകത്തേക്ക് തല ഉയർത്തി കയറുന്നു. അവന്റെ പേര് യോസഫ് എന്നാണ്. കൃപയുള്ള, അഭിഷേകമുള്ള, ദൈവ സാന്നിധ്യമുള്ള ഒരു മനുഷ്യൻ. അവന്റെ പേര് യോസഫ്. കേൾക്കണം. ആ കാരാഗ്രഹത്തിനകത്ത് അവനെ കാരാഗ്രഹത്തിനകത്ത് പൊത്തിഫർ ഉണ്ടായിരിക്കും. ഹലോ, പൊത്തിഫർ രാജാവിന്റെ കാര്യവിചാരകനായിരുന്നു. അവൻ ആ കൊട്ടാരത്തിൽ കാണാൻ സാധ്യതയുണ്ട്. ആ പൊത്തിഫർ ആ കാരാഗ്രഹത്തിനകത്ത്, ആ കൊട്ടാരത്തിനകത്തുണ്ട്. ആ കൊട്ടാരത്തിൽ പൊത്തിഫറും തല താഴ്ത്തി നിൽക്കുന്നു. എന്നാൽ ഒരുവൻ തല ഉയർത്തി കയറുന്നു. യോസഫ്. യോസഫ്, നീ എന്താ തല താഴ്ത്താത്തത്? നീ എന്താ ഫറവോന്റെ മുമ്പിൽ തല താഴ്ത്താത്തത്? യോസഫ് പറയും, ഞാൻ താഴ്ത്തുന്നെങ്കിൽ അത് ദൈവത്തിന് മുൻപിൽ മാത്രമായിരിക്കും. ഞാൻ
അവന്റെ മുമ്പിൽ എന്നെ താഴ്ത്തിയത് കൊണ്ട് ഫറവോന്റെ മുമ്പിൽ തല താഴ്ത്താൻ എന്നെ അവൻ അനുവദിക്കില്ല. യോസേഫ് പറയും, ഫറവോനെ, ഈ സ്വപ്നം വ്യാഖ്യാനിക്കപ്പെടണമെങ്കിൽ ഞാൻ വന്നേ മതിയാകൂ. ഞാനില്ലാതെ നിന്റെ പ്രശ്നം മാറില്ല. കേൾക്കണേ, ഇവരെ കൊട്ടാരത്തിനകത്തിടാൻ ഫറവോനും ഒരു കാരണമാണ്. കാരണം പൊത്തിഫറിന്റെ യജമാനൻ ഫറവോനാണ്. ഫറവോനും ഒരു കാരണമാണ്. ഇവനെ കൊട്ടാരത്തിനകത്ത് ഇവനെ ആ കാരാഗ്രഹത്തിനകത്തിടാൻ പ്രേരിപ്പിച്ചവർ നിൽക്കുമ്പോൾ തന്നെ യോസേഫ് പറയുന്നു, നിങ്ങൾക്ക് രക്ഷയുണ്ടാകണമെങ്കിൽ ഞാൻ വന്നേ മതിയാകൂ. ഇന്ന് പകൽ നിന്നെ തകർക്കാനും നിന്നെ ഉടയ്ക്കാനും നിന്നെ പരാജയപ്പെടുത്താനും പരിശ്രമിച്ചവർ മുമ്പ് നിൽക്കുമ്പോൾ അവർക്കും ഒരു അനുഗ്രഹമായി മാറാൻ, അവർക്കും ഒരു വിടുതലായി മാറാൻ ദൈവം നിന്നെ കരത്തിലെടുത്ത് അവന്റെ ഉദയത്തെ നിന്റെ മേൽ വീശാൻ പോകുകയോ. നിന്നെ നിന്ദിച്ചവരുടെ മുൻപിൽ നീ തല ഉയർത്തി കടന്നു പോകും. നിന്നെ തള്ളിയവരുടെ മുൻപിൽ നീ തല ഉയർത്തി. ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? ഈ ദൂതനെ സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിന്നെ ഒതുക്കിയവരുടെ മുൻപിൽ നീ തല ഉയർത്തി. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. വേഗത്തിൽ ചാടി എഴുന്നേൽക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. വേഗത്തിൽ ചാടി എഴുന്നേൽക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. എല്ലാ ശബ്ദവും ഇന്ന് പകൽ ഉയർത്തി. അമ്മേ, ശബ്ദം ഉയർത്തി ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ പരാജയങ്ങളും വഴിമാറും. എല്ലാ തകർച്ചകളും വഴിമാറും. ഉയരത്തിൽ നിന്ന് ഉദയം കൊണ്ട് അവൻ നമ്മെ സന്ദർശിച്ചിരിക്കും. ആ ഉദയം ശൗലിന്റെ ചരിത്രത്തെ മാറ്റി. ആ ഉദയം ശൗലിനെ പൗലോസാക്കി. ആ ഉദയം ശകരിയാവിന്റെ അടയപ്പെട്ട വാതിലിനെയും വായയും തുറന്നു. ആ ഉദയം വീണുകിടന്ന മോശയെ പിന്നെയും എഴുന്നേൽപ്പിച്ചു. ആ ഉദയം കാരാഗ്രഹത്തിനകത്ത് വെളിച്ചമായി യോസഫിന് വേണ്ടി ഇറങ്ങി വന്നു. അതേ ഉദയം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. The same light, അതേ ഉദയം, അതേ സൂര്യൻ, അതേ വെളിച്ചം ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. എല്ലാ കണ്ണുകളും അടച്ച് ഇന്ന് പകൽ പ്രാർത്ഥിച്ചോ. ഈ 2024 നിനക്ക് പരാജയത്തിന്റെ വർഷമായിരിക്കില്ല. ഈ 2024 നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന വർഷമായിരിക്കും. ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന വർഷമായിരിക്കും. നിന്റെ തകർച്ചയിൽ നിന്ന്, നിന്റെ ഉടച്ചിൽ നിന്ന്, നിന്റെ പരാജയത്തിൽ നിന്ന്, നീ ഇപ്പോൾ ആയിരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ഉള്ളറയിൽ നിന്ന് നിന്നെ പുറത്തെടുക്കാൻ പോകുന്ന വർഷമായിരിക്കും. എല്ലാ കണ്ണുകളും അടച്ച് അധരങ്ങളെ തുറന്ന് ഇന്ന് പകൽ നിനക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഒത്തിരി വേദനകൾ ഉണ്ടാകാം. എന്നാൽ അതിനെല്ലാം ദൈവത്തിന്റെ കരത്തിലേക്ക് ഇന്ന് പകൽ വിട്ടുകൊടുത്ത് കരം വിശ്വാസ കണ്ണടച്ച് ഇന്ന് പകൽ പ്രാർത്ഥിച്ചു. അധരം തുറന്ന് അന്യഭാഷകൾ പ്രാപിച്ചവർ അന്യഭാഷകൾ പ്രാർത്ഥിച്ചു. അന്യഭാഷകൾ തന്നെ പ്രാർത്ഥിച്ചു. അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിച്ചു. അന്യഭാഷയിൽ തന്നെ പ്രാർത്ഥിച്ചു. ആത്മാബാബായ ദൈവനോട് പ്രവചിക്കാൻ പറയുന്നു. ഈ സഭയ്ക്ക് വേണ്ടി ദൈവം വാതിലിനെ തുറക്കും. ഈ ദൈവ സഭയ്ക്ക് വേണ്ടി ഭാഷകളെ ഇന്ന് ദൈവനോട് അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. ഈ സഭയ്ക്ക് വേണ്ടി ദൈവം വാതിലിനെ തുറക്കും. അപ്പൊ നിങ്ങളുടെ ഒരു കാലത്ത് അതിശക്തമായി ദൈവം തുറന്ന ആ റിവൈവലിന്റെ വാതിൽ പിന്നെയും ദൈവം ഈ സഭയുടെ അകത്ത് തുറക്കാൻ പോകുകയാണ്. ഇനിയും ഒരു കൂട്ടം നിങ്ങളെ തേടി വരാൻ പോകുന്നു. ഇനിയും ഒരു ജനറേഷൻ നിങ്ങളെ തേടി വരാൻ പോകുന്നു. ഇനിയും ഒരു ജനറേഷൻ, ഒരു തലമുറ നിങ്ങളെ തേടി വരാൻ പോകുന്നത് പ്രവചിക്കാൻ എന്നെ കർത്താവ് നിർബന്ധിക്കുന്നു ഇന്ന് പകൽ. ഒരു സമയത്ത് അടയപ്പെട്ടതും നിങ്ങൾ കാത്തിരിക്കുന്നതുമായ വാതിൽ ദൈവ സഭയ്ക്ക് വേണ്ടി തുറക്കാൻ സമയമായിരിക്കുന്നു. The waiting door. നിങ്ങൾ കാത്തിരിക്കുന്ന ആ വാതിൽ, നിങ്ങൾ കാത്തിരിക്കുന്ന ആ വാതിൽ ഒരു തലമുറയുടെ എഴുന്നേൽപ്പിനായി ദൈവം ഈ സഭയെ കണ്ടിരിക്കുന്നു. ആ വാതിൽ ദൈവം തുറക്കും. ഈ
ചെറിയ സൗണ്ട് സിസ്റ്റം പോലെയുള്ള കാര്യങ്ങൾ വെച്ച് ചെറിയ ചെറിയ കൂട്ടായ്മകൾ പോലെയുള്ള മീറ്റിങ്ങുകൾ ശക്തമായി നടക്കുന്ന ദൈവം എന്നോട് പറയുന്നു. ഈ ഭവനത്തിന്റെ സൈഡുകളിലും നിങ്ങൾക്ക് പരിചയമുള്ള ചില ഇടങ്ങളിലും ഈ ഒറ്റപ്പെടുന്നത് ഒരു ദിവസത്തെ കൂട്ടായ്മകൾ, 2 ദിവസത്തെ കൂട്ടായ്മകൾ, ചെറിയ മിനി കൺവെൻഷൻസ് പോലുള്ള കൂട്ടായ്മകളിൽ ഈ സഭയുടെ നേതൃത്വത്തിൽ ഇനിയും ശക്തമായി നടക്കുന്നത്. ആ ശുശ്രൂഷ നിങ്ങളുടെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം നൽകിയ ഗ്രേസ് ആണെന്ന്. ഒത്തിരി മദ്യപാനികൾ മനസാന്തരപ്പെടും, ഒത്തിരി പാപികൾ മനം പിരിയപ്പെടും, ഒത്തിരി വീട് കിടക്കുന്നവർ പിന്നെയും എഴുന്നേൽക്കും. ക്രൂരന്മാരായി ലോകത്തിൽ ജീവിക്കുന്ന, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് സ്നേഹമില്ലാതെ ജീവിക്കുന്ന യൗവനക്കാരുടെ ഒരു കൂട്ടത്തെ തിരിക്കാൻ ദൈവം ഈ സഭയെ അങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് ഉപയോഗിക്കാൻ പോകുന്ന കർത്താവിനെ കാണിക്കും. അത് ഒരു സമയത്ത് ഒത്തിരി നടന്നു, കഴിഞ്ഞ ഒരു സീസണിൽ ഒത്തിരി നടന്നു. എന്നാൽ വരുന്ന സീസണിന്റെ പീക്ക് സീസൺ, അതിന്റെ ഏറ്റവും ഉന്നതമായ ഒരു സീസൺ നിങ്ങളുടെ അകത്ത് ദൈവം തുറക്കാൻ പോകുന്നു എന്ന് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുക. അടുത്തും ആ തലമുറകളെ, അടുത്ത ഒരു തലമുറയ്ക്കും ഇതിനെ കൈമാറാൻ ദൈവം ഒരു തീയെ കൈമാറാൻ, അടുത്ത തലമുറയ്ക്ക് ഈ സുവിശേഷത്തിന്റെ തീയെ കൈമാറാൻ സഭാ ശുശ്രൂഷകനായിരിക്കുന്നെങ്കിലും നിങ്ങളുടെ അകത്ത് ദൈവം കൈമാറിയത് സുവിശേഷത്തിന്റെ തീയാണ്. സുവിശേഷത്തിന്റെ തീയാണ്. ആ സുവിശേഷത്തിന്റെ തീയെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ യേശുവിന്റെ നാമത്തിൽ എല്ലാ കണ്ണുകളും അടച്ച് ഇന്ന് മേലെ പ്രാർത്ഥിച്ചു. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചോ. എനിക്കറിയില്ല, ഈ ദൈവസഭയെ അടുത്തൊരു ഉണർവിന്റെ ഭാഗമാക്കി ദൈവം മാറ്റുന്നു. അടുത്തൊരു സീസൺ, അടുത്തൊരു ഉണർവിന്റെ സീസൺ, അടുത്ത ഒരു ശക്തമായ ഉണർവിന്റെ സീസൺ ദൈവസഭയുടെ അകത്ത് തുറക്കാൻ പോകുന്നെന്ന്. ഇത് അതിന്റെ ഒരു ലക്ഷണമായിരിക്കും. നിങ്ങൾ ഈ കൂട്ടായ്മകളിൽ അതിന്റെ ഒരു ലക്ഷണം കാണും. ഇതുവരെ ഈ സഭയെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ഇതിനകത്ത് കയറി വരുന്നത് നിങ്ങൾ കാണും. ഇതുവരെ ഇതിനകത്ത് കാല് കുത്തിയിട്ടില്ലാത്തവർ ഈ ദൈവസഭയുടെ അകത്ത് ദൈവത്തെ ആരാധിക്കാൻ, ദൈവവചനം കേൾക്കാൻ കയറി വരുന്നത് നിങ്ങൾ കാണും. അത് ആ ഉണർവിന്റെ ലക്ഷണമായിരിക്കുമെന്ന്. ഈ ഹാർട്ടുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുള്ള ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ദൈവത്തിന്റെ സൗഖ്യം നിങ്ങളുടെ മേൽ വരികയാണ്. ഹാർട്ടുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നമുള്ള ഒരു വ്യക്തി ഇവിടെയുണ്ട്. ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി ആ സഹോദരിയുടെ മേൽ വരുന്നു ഇപ്പോൾ. റൈറ്റ് നൗ ഇൻ ദി നെയിം ഓഫ് ജീസസ്. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ആ വെളിച്ചം, ആ ഉദയം കൊണ്ട് ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഏതെല്ലാമൊക്കെ മേഖലയിൽ പരാജയപ്പെട്ട് തകർന്ന് പരാജയത്തിന്റെ വാതിലിൽ കൂടെ സഞ്ചരിക്കുന്ന ആരുടെയൊക്കെ മേൽ ഇപ്പോൾ ആ ദൈവത്തിന് തീ വിടാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിച്ചു. ആമേൻ. അധരം തുറന്ന് പ്രാർത്ഥിച്ചു. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. കരമടിക്കാൻ കഴിയുന്നെങ്കിൽ കരമടിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചു. ഈ സെക്കൻഡിൽ വലിയ ദൈവത്തിന്റെ മഹത്വം ഇവിടെ ഇറങ്ങി വരും. ഒരു വലിയ ദൈവത്തിന്റെ വെളിച്ചം ഇതിനകത്ത് ഇറങ്ങി വരും. ചിലരുടെ മേൽ ഒരു ഉദയം കടന്നു വരും. ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ദൈവശക്തിയെ സ്വീകരിച്ചവനെ ആരാധിക്കാം. എല്ലാ ഇരുളിന്റെ വ്യാപാരങ്ങൾ മറിയട്ടെ, അന്ധകാര മേഖലകൾ പൊളിയട്ടെ, ശത്രുവിന്റെ പ്ലാനുകൾ പൊളിയട്ടെ, ദുഷ്ടന്റെ സകല പദ്ധതികളും ഇപ്പോൾ. Yes, 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 yes. വെളിച്ചം വീശുന്നു, വെളിച്ചം വീശുന്നു, വെളിച്ചം വീശുന്നു, വെളിച്ചം വീശുന്നു, വെളിച്ചം വീശുന്നു. ആ ഇരുളിനെ മാറ്റുന്ന വെളിച്ചം, വാതിലുകളെ വലിച്ചു തുറക്കുന്ന വെളിച്ചം, ചരിത്രങ്ങളെ പിരിക്കുന്ന. Yes, 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 yes. സീസണുകൾ തിരിയുന്നു, കാലങ്ങൾ തിരിയുന്നു. നിരാശയുടെ കാലങ്ങൾ സന്തോഷത്തിലേക്ക് തിരിയപ്പെടുന്നു. പരാജയത്തിന്റെ കാലങ്ങൾ ജയത്തിലേക്ക് തിരിയപ്പെടുന്നു. Right now. അതിനെ സ്വീകരിച്ച് ആരാധിക്കുക, അതിനെ സ്വീകരിച്ച് ആരാധിക്കുക.
ഇരുട്ടിന്റെ കാലങ്ങൾ വെളിച്ചത്തിലേക്ക് തിരിയുന്നു. ബന്ധനത്തിന്റെ കാലങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് തിരിയുന്നു. ഞെരുക്കത്തിന്റെ കാലങ്ങൾ സമൃദ്ധിയിലേക്ക് തിരിയുന്നു. വീഴ്ചയുടെ കാലങ്ങൾ എഴുന്നേൽപ്പിലേക്ക് തിരിയുന്നു. In the name of Jesus, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ